ഹല്ലേലൂയ. കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ? ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ? ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. ഭൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്യുകിൽ. കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ? നിന്ദകൾ മാറി ഓ കാണുമോ? ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോ നിന്റെ പൊന്മുഖം. ഭാരം പ്രയാസങ്ങൾ ഏറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനേ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനേ. കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ? നിന്ദകൾ മാറി ഓ എന്ന് കാണുമോ? നിന്ദകൾ മാറി ഓ എന്ന് കാണുമോ? നിന്ദകൾ മാറി ഓ എന്ന് കാണുമോ? ഇന്നലെ രാത്രിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. 43-ാമത്തെ ഈ കുന്നംകുളം UPF കൺവെൻഷൻ്റെ സമാപന രാത്രിയിൽ എനിക്ക് നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കർത്താവ് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കുകയും എനിക്ക് ആരോഗ്യം നൽകി തരികയും ഇങ്ങനെ അവസരം ഒരുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ സകല മഹത്വവും സകല പുകഴ്ചയും സകല ആരാധനയും അർപ്പിക്കുന്നു. വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ രാത്രി യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെ ചിട്ടയായി ക്രമമായി ഇത് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദിവ്യദാസൻ പാസ്റ്റർ രാജേഷ് അവരുകളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വന്ദനം
UPF-ന് കഴിഞ്ഞ ചില നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇതിന് ചുമതല വഹിക്കുന്ന പാസ്റ്റർ ലിബിനി ചുമ്മാർ ബഹുമാന്യ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ദൈവസഭയുടെ ഗുരുവായൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ശുശ്രൂഷകൻ പാസ്റ്റർ MG ഇമ്മാനുവൽ അവർകൾ, അതുപോലെ പ്രിയ ടോണി ചാന്, മറ്റ് ബഹുമാന്യ ദൈവദാസന്മാർ, ഈ കൺവെൻഷനിൽ വളരെ ചിട്ടയായി ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സഹോദരന്മാർ, ഈ UPF-ൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൽ വന്ദനം. വിശേഷാൽ ഈ 14ാമത്തെ മെഗാ ബൈബിൾ ക്വിസിൽ സമ്മാനത്തിന് അർഹരായിട്ടുള്ള സഹോദരിമാരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വന്ദനം. അതിൽ വാത്സല്യ സഹോദരി, ഫസ്റ്റ് സമ്മാനം വാങ്ങിയ സഹോദരി 1-2 മിനിറ്റുകൾ മാത്രമേ സംസാരിച്ചുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ വിലപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. ലോകത്തിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റേതൊരു മാന്യതയേക്കാൾ ബിബ്ലിക്കലി ദൈവവചന സംബന്ധമായി ലഭിക്കുന്ന ഏത് സമ്മാനവും അത് ഏറ്റവും വലിയ കാര്യമാണെന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് അത്രത്തോളം വാല്യൂ ഈ ബൈബിളിന് ഈ തലമുറയിൽ കൊടുക്കുന്നവരുണ്ടല്ലോ, അതോർത്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ദാസിയെയും മറ്റ് പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കുന്നംകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ പേഴ്സണേജിൻ്റെ പരിമിതിയിൽ പാർത്തുകൊണ്ട് നാട് വിട്ട് വീട് വിട്ട് ബന്ധങ്ങളൊക്കെ വിട്ട് കർത്താവാക്കുന്ന സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് അവിടെയുള്ള ദേശങ്ങളിൽ പ്രവർത്തിക്കുകയും ലോക്കൽ സഭയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രായം കൊണ്ടും പരിചയം കൊണ്ടും പക്വത കൊണ്ടും അറിവ് കൊണ്ടും ഒക്കെ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാർ, അവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവർക്കും വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ ഈ പാടിയ പാട്ട് ഒത്തിരി സ്പർശിക്കപ്പെട്ട ഒരു ഗാനമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ജയിൽ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത്, ജയിൽ മിനിസ്ട്രിയിൽ ഇങ്ങനെ കുറ്റവാളികളായിട്ടുള്ളവരുണ്ട്. അവരെ കാണാനായിട്ട് കടന്നു പോയപ്പോൾ അവർക്ക് വേണ്ടി സുവിശേഷ സന്ദേശങ്ങൾ കൈമാറുന്നതിന് മുമ്പ് ഈ പാട്ട് അദ്ദേഹം ഒന്ന് പാടി. അപ്പോൾ ആ പാട്ട് അവർ വീണ്ടും പാടാൻ പറഞ്ഞു, ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പാടി. അങ്ങനെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂർ അനുവദിക്കപ്പെട്ട് കിട്ടിയ ആ സമയത്തിനുള്ളിൽ 4-5 പ്രാവശ്യം ഈ പാട്ട് ജയിലിലുള്ളവർ പാടിപ്പിച്ചു. കണ്ണുനീർ മാറി വേദനകൾ എന്ന് തീരുമോ, നിന്ദകൾ മാറി നല്ലൊരു ദിനം എന്ന് കാണുമോ. അപ്പോൾ ഈ പാട്ടൊക്കെ പാടി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതിനകത്തുള്ളവരെല്ലാം ക്രിമിനലുകളല്ല, സത്യത്തിൽ ക്രിമിനലുകൾ ആയവരാണ് എന്ന് പറഞ്ഞാൽ ജന്മന ക്രിമിനലുകളല്ല. പിന്നെ സാങ്കേതികമായ പ്രതിസന്ധി വന്നപ്പോൾ പെട്ടെന്നൊന്ന് കോപിച്ചു. ആ കോപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് പല പ്രയാസങ്ങളുണ്ടായി. അങ്ങനെ ജയിലിൽ പോയിട്ടുള്ളവരാണ്. അതിനകത്ത് ഭൂരിഭാഗവും അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന് ഭവിച്ചിട്ടുള്ള പ്രതിസന്ധികൾ കൊണ്ട് ക്രിമിനലുകളായി പോയിട്ടുള്ളവരാണ് അതിനകത്ത് കൂടുതലും. കുറേ പേരൊക്കെ നിരപരാധികളൊക്കെയാണ്. അപ്പോൾ എന്നതിന് നല്ല ഒരു കാലം കാണുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരായിരുന്നു അവർ ആ പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെ കരയുകയുണ്ടായി. സ്തോത്രം. ഇത് നമുക്കൊക്കെ ഒത്തിരി ആശ്വാസം നൽകിയിട്ടുള്ള ഗാനങ്ങളാണ്. അതുകൊണ്ട് ആ പാട്ട് പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാനൊക്കെ പറ്റും. ശാശ്വതമാമൻ പാർപ്പിടം അല്ല ഈ ഭൂമിയിൽ, ഈ പൂതലെ ഞാനൊരു അന്യനല്ലോ യാത്ര ചെയ്തിടുകിൽ. സ്തോത്രം. നമ്മളെല്ലാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? അടുത്ത 100 വർഷം കഴിയുമ്പോൾ നമ്മൾ ആരും ഇവിടെ ഇല്ല. അടുത്തൊരു 100 വർഷം ഈ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മോൻ എന്നെ നോക്കുന്നില്ല, പക്ഷേ ആ മോൻ ഇപ്പോൾ ഒരു 8 വയസ്സ് കാണും. 8 വയസ്സ് കാണുമെന്ന് ഞാനങ്ങ് ചിന്തിക്കുന്നു. അടുത്തൊരു 100 വർഷം കഴിയുമ്പോൾ ആ മോൻ്റെ പ്രായം 108 വയസ്സാണ്. 108 വയസ്സുള്ളവരാരും ഇവിടെ ഇല്ല. അപ്പം അതിനർത്ഥം ആ മോൻ ഉൾപ്പെടെ കർത്താവ് വന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പോവും. ഈ ഭൂമിയിൽ നിന്ന് നമ്മളെല്ലാം പോവും. നമ്മൾ കാണിക്കത്തില്ലയോ 100 കൊല്ലം മുമ്പത്തെ കുന്നംകുളത്തെ പിക്ചർ, 100 കൊല്ലം മുമ്പത്തെ കൊച്ചിയുടെ പിക്ചർ എന്നൊക്കെ നമ്മൾ കാണിക്കത്തില്ലേ? അതുപോലെ 100 കൊല്ലത്തിന് ശേഷം ഭൂമി ഉണ്ടെങ്കിൽ, കർത്താവ് വന്നില്ലെങ്കിൽ അന്നത്തെ പിള്ളേർ ഒരു പക്ഷേ നമ്മളെ കാണിക്കും. നമ്മുടെ ഈ കൺവെൻഷൻ, ഇങ്ങനെ ട്യൂബ് കെട്ടിയുള്ള കൺവെൻഷൻ, ഈ പ്രസംഗം അവർക്കൊക്കെ അതൊരു ആശ്ചര്യമായിട്ട് തോന്നും. കാരണം 100 കൊല്ലം കഴിയുമ്പോൾ വേറൊരു ലോകമായിരിക്കും. ഈ റോഡ് വേറെ റോഡായിരിക്കും. ഇങ്ങനൊരു ടെൻ്റ് അന്നത്തെ സിസ്റ്റത്തിൽ കാണുമോയെന്നറിയില്ല. നമ്മളില്ല. ലീഡ് ചെയ്യുന്ന അജേഷ് പാസ്റ്റർ ഇല്ല, ലിബിനി ചുമ്മാർ ഈ നാട്ടിലില്ല, പ്രസംഗിക്കുന്ന ഏലപ്പാറ ഇവിടെ ഇല്ല. നമ്മളാരും ഇല്ലാത്ത പുതിയൊരു ജനറേഷൻ, പുതിയ കുറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും ഈ നാട് ഭരിക്കുന്നത്. കീബോർഡ് വായിക്കുന്നത് വേറെ ആളായിരിക്കും, ഗിറ്റാർ വായിക്കുന്നവർ വേറെ ആളായിരിക്കും, പാടുന്നവരൊക്കെ വേറെ ആളായിരിക്കും. നമ്മളെല്ലാം ഇവിടുന്ന് മാറും. നമ്മളില്ലാത്ത വേറൊരു ലോകം. സ്തോത്രം. ഇങ്ങനെ കുറേ പേര് ജനിക്കുന്നു, പ്രായമുള്ളവർ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ നിൽക്കുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. അച്ചുതണ്ടി ഇല്ല, ഉണ്ടെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഭാരം വന്നാൽ ഇത് മറിഞ്ഞു പോകും. അപ്പോൾ ഇത് മറിയാതിരിക്കാൻ ഭാരം കൂടുന്നതനുസരിച്ച് ഓരോരുത്തരെ വൈൻഡപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും. ഇതൊന്നും നമ്മുടെ സ്വന്തമല്ലെന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിവേകമെന്ന് ഞാൻ
മനസ്സിലാക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ഗൗരവമായിട്ട് പറയാൻ കർത്താവിൽ ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കാൻ പോകുന്ന ബൈബിൾ വാക്യം ഏവരും തുറക്കണം. വിശുദ്ധ ബൈബിളിൽ ഒന്നാമത്തെ പുസ്തകമാണ് ജെൻസീസ്, ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള ചില വാക്യങ്ങൾ വായിച്ച് ഇന്ന് രാത്രി ഒരു കൊച്ചു മെസ്സേജ് നിങ്ങളുമായിട്ട് പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ദയവായിട്ട് നിങ്ങളുടെ ബൈബിൾ തുറക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബൈബിൾ നമ്മുടെ ഭാഷയിൽ കിട്ടാനായിട്ട് ഒത്തിരി പാടാണ്. എൻ്റെ ഒരു സ്നേഹിതൻ 12 വർഷം കൊണ്ടാണ് ഒരു ഭാഷയിലേക്ക് ബൈബിളിൻ്റെ ഒരു 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 പുസ്തകം മീൻസ് യോഹന്നാൻ്റെ സുവിശേഷം ഒരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 12 വർഷം എടുത്തു. ആ ഗ്രാമത്തിൽ ചെന്ന് താമസിച്ച് ആ ലിപിയൊക്കെ പഠിച്ച് അങ്ങോട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 12 വർഷം. നമുക്ക് 66 പുസ്തകമുണ്ട്. മലയാള ഭാഷയാണ് ഏറ്റവും പ്രയാസമുള്ള ഭാഷയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷയൊക്കെ പഠിച്ച് നമ്മുടെ ഭാഷയിലോട്ടേക്ക് ഈ ബൈബിൾ 66 എണ്ണം ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് വന്നപ്പോൾ എത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ബൈബിൾ കൊണ്ടുവന്നവർ ബൈബിളും തുറന്ന്, കൊണ്ടുവരാത്തവർക്ക് ഇനി സാധ്യതയില്ല ഈ കൺവെൻഷനിൽ കൊണ്ടുവരാനായിട്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പോകുന്ന യോഗങ്ങളിൽ ബൈബിൾ കൊണ്ടുപോകണം. 30-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം, റാഹേൽ എന്ന് പറയുന്ന യാക്കോബിൻ്റെ ഭാര്യ യോസഫ് എന്ന് പറയുന്ന മകനെ പ്രസവിച്ചതിൻ്റെ ശേഷം യാക്കോബ് ലാബാനോട്, യാക്കോബ് എന്ന് പറയുന്ന റാഹേലിൻ്റെ ഭർത്താവ് ലാബാൻ എന്ന് പറയുന്ന തൻ്റെ അമ്മായിപ്പനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും എൻ്റെ ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിന്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ. ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കൂ, യാക്കോബ് എന്ന് പറയുന്ന ആൾക്ക് 2 ഭാര്യമാരുണ്ട്. എന്നെ നിങ്ങൾ കേൾക്കണം. ഒരു ഭാര്യയുടെ പേര് റാഹേൽ, മറ്റൊരു ഭാര്യയുടെ പേര് ലേയ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു തോന്നലുണ്ടാകും, 2 ഭാര്യമാർ അനുവദനീയമാണോ? അല്ല, അന്ന് അങ്ങനെ അനുവദിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണമുണ്ട്. ഞാൻ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. 2 ഭാര്യമാർ കിട്ടാനുള്ള കാരണം പറയാം. യാക്കോബ് ഏശാവ് ചേട്ടനും അനിയനും, ഇസഹാക്കും റിബേക്കയും അപ്പനും അമ്മയും, അങ്ങനെ 4 പേരായിരുന്നു ഒരു വീട്ടിൽ പാർത്തിരുന്നവർ. 4 പേര് ഒരു വീട്ടിൽ പാർത്തിരുന്നതെങ്കിലും ആ 4 പേരിൽ അവർ 2 ഗ്രൂപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പന് മൂത്ത മോനായ ഏശാവിനോടായിരുന്നു ഇഷ്ടക്കൂടുതൽ. അതിൻ്റെ കാരണം അദ്ദേഹം വേട്ടക്കാരനായിരുന്നു. അപ്പോൾ വേട്ടയ്ക്ക് പോയി അപ്പന് ഇഷ്ടമുള്ളതൊക്കെ കൊണ്ടു കൊടുക്കുന്നത് കൊണ്ട് അപ്പന് മൂത്തയാളോട് ഒരല്പ താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അമ്മയ്ക്ക് നേരെ തിരിച്ചായിരുന്നു. അമ്മയ്ക്ക് താല്പര്യം ഇളയാളോടായിരുന്നു, യാക്കോബിനോട്. അതിന് കാരണം അദ്ദേഹം സമ്പാദിക്കാത്തത് കൊണ്ടല്ല, അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു, കൂടാരവാസിയൻ. ഇപ്പം അമ്മയ്ക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളോടായിരുന്നു അമ്മയ്ക്ക് സ്നേഹം. കാരണം ഉള്ളി പൊളിക്കണമെങ്കിൽ, ബെഡ്ഷീറ്റ് വിരിക്കണമെങ്കിൽ, അത്യാവശ്യം വെള്ളം കോരണമെങ്കിൽ വീട്ടുകാര്യങ്ങൾക്ക് സഹായി യാക്കോബായിരുന്നു. അപ്പോൾ അപ്പനെ സഹായിക്കുന്ന ആളോട് അപ്പന് സ്നേഹം, അമ്മയെ സഹായിക്കുന്ന ആളോട് അമ്മയ്ക്ക് സ്നേഹം. അങ്ങനെ 2 ഗ്രൂപ്പായിരുന്നു ആ വീട്ടിൽ. ഒരു ദിവസം മൂത്തവനായ ഏശാവിന് തൻ്റെ വസ്തുവക മൊത്തം കൊടുക്കാൻ അപ്പൻ പ്ലാൻ ചെയ്തു. ലിസൺ ടു മീ. അപ്പൻ പ്ലാൻ ചെയ്തു. അപ്പൻ ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ അമ്മ അറിഞ്ഞില്ല. എന്നാൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൊടുക്കാൻ പോകുന്നു, ആ ലെവലിലോട്ട് കാര്യങ്ങൾ എത്തിയപ്പോൾ അമ്മയ്ക്കിത് മനസ്സിലായി. ഉടനെ അമ്മ അപ്പനോടൊന്നും ചോദിക്കാതെ നേരെ ഇളയ മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നീ വല്ല അറിയുന്നുണ്ടോ വീട്ടിൽ നടക്കുന്ന കാര്യം? അയാൾ പറഞ്ഞ അറിയില്ല. നിന്റെ അപ്പൻ സമ്പാദ്യം മൊത്തം നിന്റെ ചേട്ടന് കൊടുക്കാൻ പോവാ, മൂത്തവൻ ഏശാവിന് കൊടുക്കാൻ പോവാ. അപ്പം അയാൾക്ക് അങ്ങനെ വലിയ ആശ്ചര്യം തോന്നിയില്ല എന്നോ. ഓക്കെ, എന്നാൽ പിന്നാട്ടെ, അങ്ങനെ ആയിരിക്കും യാക്കോബിൻ്റെ പ്രതികരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ അങ്ങനെ അപ്പൻ എല്ലാം കൂടെ മൂത്തിയാൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. മൂത്തിയാൾ കാട്ടിൽ പോയിരിക്കുന്നു. അയാൾ വരുന്നതിന് മുമ്പ് അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, നീ ചെന്ന് അനുഗ്രഹം വാങ്ങണം. അപ്പം അയാൾ ചോദിച്ചു, അതെങ്ങനെയാണ് വാങ്ങുന്നത്? ഐഡിയ ഞാൻ പറയാം. നീ കൂട്ടിൽ ചെന്നൊരു മൃഗത്തെ പിടിച്ചോണ്ട് വരിക, ഞാനിത് പാകം ചെയ്ത് തരാം, കൊണ്ട് അപ്പൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പൻ കഴിക്കുമ്പോൾ നിന്നെ എന്ത് ചെയ്തോളും? അനുഗ്രഹിച്ചോളും. എനിക്കത് കേട്ടപ്പോൾ ഒരു ആശ്ചര്യം. കാരണം ഭർത്താവിനെ കളിപ്പിക്കാൻ തന്ത്രം നോക്കി നിൽക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവിനെ കളിപ്പിക്കാൻ മോനോട് ഐഡിയ പറയുന്ന ഭാര്യ. സ്തോത്രം. അത് എനിക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നും. ഭർത്താവിനെ കളിപ്പിക്കുന്ന ഭാര്യയോ?
ഇപ്പം ഞാൻ ആ ഭാഗം പഠിച്ചപ്പോഴാണ് മനസ്സിലായി അതിനകത്ത് ഈ റിബേക്കായ്ക്കൊരു ന്യായീകരണം പറയാൻ വേണമെങ്കിൽ ഞാൻ ചോദിച്ചു, എന്നാൽ എൻ്റെ പൊന്നു സഹോദരി ഭർത്താവിനെ കളിപ്പിക്കാൻ മോനോട് ഐഡിയ പറഞ്ഞു കൊടുക്കുവാണോ? അപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, പക്ഷേ ഇത്രയും വലിയൊരു കാര്യം വീട്ടിൽ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോട് ഒരു വാക്കെങ്കിലും എന്ത് ചെയ്യണ്ടായി ചോദിക്കണം. വസ്തു വീതം വെക്കാൻ പോവാ. ഈ വസ്തു വീതം വെക്കുന്ന വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോട് ഒരു വാക്കെങ്കിലും ഒന്ന് ചോദിക്കണ്ടായി. ഇപ്പം എന്നോട് ചോദിച്ചില്ല. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാരോടൊരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ പറയാം, ചോദിക്കുന്നതാ നല്ലതാ, അല്ലെ കളിപ്പീരി പറ്റും. അതാണ് അവിടുത്തെ റീസൺ. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ചുള്ളൊരു തീരുമാനമായിരുന്നെങ്കിൽ അങ്ങനെ വരത്തില്ല. എടി അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇത് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണമെന്നും ചോദിച്ചാൽ അവരുടെ അഭിപ്രായം അറിയാൻ പറ്റിയത് കാര്യങ്ങൾ ഒരു പക്ഷേ പരിഹരിക്കപ്പെട്ടെ ചോദിച്ചു. അപ്പം മോനോട് പറഞ്ഞു, മോനെ നീ പിടിച്ചോണ്ട് വന്നിട്ട് ഞാൻ കുക്ക് ചെയ്ത് തരാം, നീ കൊണ്ട് കൊടുക്കുക, അപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ പറഞ്ഞു. അയാൾ കൊണ്ട് കൊടുത്തു. അമ്മ കുക്ക് ചെയ്തു. അയാൾ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോഴും അയാൾക്കൊരു പ്രയാസമുണ്ട്. ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല. അമ്മ കിട്ടുവോ? അമ്മ പറഞ്ഞു, എന്നാടാ? പുള്ളിക്കാരൻ അപ്പനെ കണ്ണ് കാണത്തില്ലെങ്കിലും പുള്ളിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, ശബ്ദം കേട്ട് മാത്രം എന്നെ അനുഗ്രഹിക്കത്തില്ല, പിന്നെ എന്നെ തപ്പി നോക്കും, ആൾ തപ്പി നോക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലോറിന്നോ വിക്ടറിന്നോ ഒന്നും പറഞ്ഞാൽ പുള്ളി തരത്തില്ല. പുള്ളിക്കാരൻ ഈ ഗ്ലോറിയും വിക്ടറിയും ഒക്കെ പറയുന്ന വായും താഴത്തെ ബോഡിയും തമ്മിൽ ഒക്കുന്നുണ്ടെന്ന് പുള്ളി തപ്പി നോക്കും. ആലയത്തിനകത്തുള്ള നമ്മുടെ വർഷിപ്പും പ്രസംഗവും ആലയത്തിന് ശേഷമുള്ള ലൈഫും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. സായിപ്പിൻ്റെ തലയും നീഗ്രോയുടെ ബോഡിയും പോലാണോ, അതോ സായിപ്പിൻ്റെ തലയും സായിപ്പിൻ്റെ ബോഡിയും തന്നെയാണ് തപ്പി നോക്കും. അതുകൊണ്ട് പുള്ളിക്കാരന് ടെൻഷൻ ഉണ്ടായിരുന്നു, കിട്ടുമോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഡോൺ വറി, തപ്പുമ്പോൾ രക്ഷപ്പെടാൻ കൊന്ന മൃഗത്തിൻ്റെ തോലും അമ്മ കൊടുത്തു. അമ്മ തീരുമാനിച്ചു പുള്ളിയെ കളിപ്പിക്കാൻ. എന്തായാലും അനുഗ്രഹം മേടിച്ചു. അപ്പൻ ചെന്നു, തപ്പി നോക്കി, അവൻ്റെ സൗണ്ട് സെൻസ് ചെയ്തു. ബോഡി ഏശാവിൻ്റെയും സൗണ്ട് യാക്കോബിൻ്റെ പോലെ ആണല്ലോടാ. സൗണ്ട് ടെൻസ് ചെയ്തു, സ്മെല്ല് ചെയ്തു, നിന്റെ വാസന. ചുരുക്കത്തിൽ അപ്പനെ കളിപ്പിച്ച് ഇയാൾ അനുഗ്രഹം മേടിച്ചു. 2 ഭാര്യമാരുടെ കാര്യമായി പറഞ്ഞു വരും. അനുഗ്രഹം മേടിച്ചു. അനുഗ്രഹം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയ ശേഷം ഏശാവ് വന്നു. അപ്പാ എന്ന് വിളിച്ചപ്പോൾ അപ്പൻ ചോദിച്ചു, നീ ആരാകുന്നു? ഞാൻ നിന്റെ മൂത്ത മകൻ ഏശാവ്. അയ്യോ മോനെ, എല്ലാം നഷ്ടപ്പെട്ടു, നിനക്ക് മുമ്പ് ആരാ വന്നേ? അയാൾക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു, അനിയൻ വന്നെല്ലാം മേടിച്ചോണ്ട് പോയി. ഏശാവ് കുറച്ച് ക്വാളിറ്റി ഉള്ള ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏശാവ് അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒന്നും തരാനില്ലേ. കരഞ്ഞു അയാൾ. അപ്പൻ എന്തൊക്കെയോ വാരി കൊടുത്തു അവന്. എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ അവൻ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നെ ചലിപ്പിച്ചു. എന്നറിയോ? അപ്പനെ കുറിച്ച് വിലപിക്കുന്ന വിലാപകാലം അടുത്തിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ ബ്രദറിനോട് ഒന്നും ചെയ്യുന്നില്ല, വിലാപകാലം കഴിയട്ടെ, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആട്ടെ, അയാൾക്കൊരു തഞ്ചം ഉണ്ടായല്ലോ. അപ്പനെ കുറിച്ച് കരയേണ്ട സമയമായി, ചാകാറായി, പുള്ളി ചത്ത് കഴിഞ്ഞിട്ട് മതി. പെട്ടെന്ന് പ്രതികരിച്ചില്ലല്ലോ, നന്മ മൊത്തം കൊണ്ടുപോയിട്ടും. എൻ്റെ കൂടെ നിങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോ അപ്പൻ്റെ വിലാപകാലം കഴിയുമ്പോൾ ഞാൻ അവനോട് പകരം ചെയ്യും എന്ന് അയാൾ ഹൃദയത്തിൽ പറഞ്ഞു. ലിസൺ ടു മീ, ലിസൺ. ഹൃദയത്തിൽ പറഞ്ഞു. അടുത്ത വാക്ക് കേൾക്കണോ? ഇത് ഹൃദയത്തിൽ പറഞ്ഞത് അവൻ്റെ അമ്മ അറിഞ്ഞു. അതെങ്ങനെയാണ്? ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ അവനെ കാണിക്കും, അപ്പൻ്റെ മരണശേഷം കാണിക്കാം എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. പക്ഷെ അത് അവൻ്റെ അമ്മ അറിഞ്ഞു. അതെങ്ങനാ? ഞാൻ ചോദിച്ചു, എങ്ങനെ ആൻറ്റി മനസ്സിലാക്കിയേ? പാസ്റ്ററെ, ഇവൻ്റെ ഇടപാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. ഇവൻ യേശാവിനെയും യാക്കോബിനെ കാണുമ്പോൾ കൈ കൊടുക്കും, പ്രൈസല്ലോ, ഹല്ലേലൂയാ, സുഖമായിരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുമെങ്കിലും ഞാൻ തേർഡ് പേഴ്സൺ ആയിട്ട് മാറി നിൽക്കുമ്പോഴാണ് കാണുന്നത്. ഈ കൈ കൊടുത്തിട്ട് തിരിയുമ്പോൾ ഇവൻ്റെ ഫേസ് ഞാൻ നോക്കും. ഇപ്പം നമ്മളൊക്കെ കൈ കൊടുക്കുമ്പോൾ തേർഡ് പേഴ്സൺ നോക്കുമ്പോഴാണ് റിയാലിറ്റി എന്ത് ചെയ്യുന്നത്. നമ്മളിങ്ങനെ എന്തോ ഉണ്ട് അച്ഛാ, സുഖമാണോ അച്ഛാ, തങ്കമേ, പൊന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിക്കുമെങ്കിലും തിരിയുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ നമ്മളെ വീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനും പറച്ചിലും ഒക്കെ അറിയുന്നത്. അപ്പം അമ്മ നോക്കിയപ്പോൾ അത് ജെനുവിനല്ല. അമ്മ പറഞ്ഞടാ, നിന്നെ അവൻ കൊല്ലും. അമ്മ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ടാ? എൻ്റെ ബ്രദറുണ്ട് ലാബാൻ, അവിടെ ചെന്നാൽ നിനക്ക് താമസിക്കാം. അങ്ങോട്ട് ഒറ്റ പോക്കാരും. അനുഗ്രഹം എന്ന് കളിപ്പിച്ച് മേടിച്ചോ അന്ന് തൊട്ട് അയാൾ ഓടുവാൻ. ആ ഓടിയ ഓട്ടത്തിൽ ലൂസിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവിടെ കിടന്നുറങ്ങിയ അയാൾ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. ഇത് ദൈവത്തിൻ്റെ സിംഹാസനമാണെന്നൊക്കെ മനസ്സിലാക്കുക. അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പരിചയമില്ലാത്ത സ്ഥലത്തൂടെ ഞാൻ സഞ്ചരിക്കുക, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എൻ്റെ യാത്ര നീ സഫലമാക്കി എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് നീ മടക്കി കൊണ്ടുവന്നാൽ ഞാൻ ഈ സ്ഥലത്തൊരു ആലയം പണിയുമെന്നുള്ള തീരുമാനം അയാൾ പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. ഭാഗ്യവശാൽ ചെന്നത് ലാബാന്റെ മകൾ റാഹേൽ ആടുകളെ മേയ്ക്കുന്ന സ്ഥലത്താണ്.
പരിചയപ്പെട്ടപ്പോൾ ചോദിച്ചു, ആൾക്കാരോട് ചോദിച്ചു, ഇവിടെ ലാബാൻ അറിയാമോ? യെസ്, മകളാണല്ലോ അവിടെ നിൽക്കുന്നത്. ആഹാ, റാഹേൽ അടുത്തോട്ട് വന്നു, സംസാരിച്ച് മനസ്സിലായി എൻ്റെ അമ്മാച്ചൻ്റെ മകളാണ്. അവിടെ കെയർ ഓഫിൽ വീട്ടിൽ ചെന്നപ്പോൾ ലാബാനും സന്തോഷം. ഇന്നത്തെ പോലെ കൂടെ ഓടിപ്പോകുന്ന മരുമക്കളും അമ്മായിപ്പനുമല്ല, അമ്മാച്ചനുമല്ല. അന്ന് ചെന്നാലായി വന്നാലായി. ഇന്നിപ്പോഴങ്ങനല്ല. ഇന്നിപ്പോൾ മൊത്തം ഫോൺ കോളും വാട്സപ്പൊക്കെ ഉള്ളത് കൊണ്ട് അൺഎക്സ്പെക്റ്റഡ് എന്നൊരു സാധനം ഇല്ലവേ ഇല്ല. എത്ര മണിക്ക് വരുമെന്ന് വരെ നമുക്ക് നിശ്ചയമാണ്. സ്തോത്രം. ഇപ്പൊ ചോദിച്ചു, എവിടുന്നാ? ഇന്നടുത്ത് എന്താ കാര്യം? ഞാൻ ഇങ്ങ് പോന്നു. ഓക്കെ, ഇവിടെ താമസിക്കാം നിനക്ക്. അവിടെ താമസിച്ചു ആ മനുഷ്യൻ. ചില ദിവസം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് മനസ്സിലായി, ആരോഗ്യമുള്ള ഞാൻ എങ്ങനെയാ ഇവിടെ ചുമ്മാ തിന്നോണ്ട് താമസിക്കുന്നേ? ചോദിച്ചു, അപ്പാ എന്തേലും ജോലി തന്നാൽ ഞാൻ. യെസ്, ചുമ്മാ തിരിക്കണ്ട, ആടിനെ മേയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആട് മേയ്ക്കാൻ പോയി. ആട് മേയിക്കുന്നതിനിടയിൽ ഒരു അനുരാഗമുണ്ടാകുന്നു റാഹേലിനോട് യാക്കോബിന്. അതിൽ തെറ്റില്ല. അമ്മാച്ചൻ്റെ മകളാകിയാൽ അനുവദിക്കപ്പെട്ടവളാ. ചോദിച്ചു, എനിക്ക് റാഹേലിനെ സ്വന്തമാക്കാൻ പറ്റുമോ? അയാൾ പറഞ്ഞു, യു ഡോണ്ട് വറി, എൻ്റെ പെങ്ങളുടെ മോനല്ലേ, നിനക്ക് തരുന്നതിൽ എനിക്ക് എന്ത് തടസ്സം? പക്ഷെ ഒരു കാര്യമുണ്ട്, റാഹേലിനെ നിനക്ക് തരണമെങ്കിൽ 7 വർഷം നീ അധ്വാനിക്കണം. അയാൾക്കത് ചെറുതായിട്ട് തോന്നി. 7 വർഷം പാട്ടുപാടി അയാൾ ആടിനെ മേയിച്ചു. കാരണം ആടിനെ മേയ്ക്കാൻ വനാന്തരത്തിൽ ചെല്ലുമ്പോഴും കണ്ണിൽ നിൽക്കുന്ന മുഖം റാഹേലിൻ്റെയാ. ആരെയാണോ അകത്ത് നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതറിഞ്ഞ ക്ഷീണവും ദുഃഖവും ഒക്കെ വരുന്നത്. ക്രൈസ്തലോ, അരിവനാഥനെയാണ് അകത്തട്ടിൽ നാം കുറിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലോകത്തിലെ ചൂടോ ഭാരമോ ഒന്നും വിഷയമായിട്ട് വരാറില്ല. 7 വർഷം അയാൾ അധ്വാനിച്ചു. സുന്ദരമായി ദിവസം വന്നു. അന്ന് രാത്രി വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ ആൾ കളിപ്പിക്കപ്പെട്ടതായിട്ട് തോന്നി. ചോദിച്ചു, അപ്പാ റാഹേൽ അല്ലയോ ഞാൻ ഇഷ്ടപ്പെട്ടയാൾ? നീ തരാമെന്ന് പറഞ്ഞ റാഹേൽ അല്ലേ? പക്ഷെ തന്നത് ലേയാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ ദിക്കിന്റെ സിസ്റ്റം അനുസരിച്ച് മൂത്തയാളുള്ളപ്പോൾ ഇളയാളെ കൊടുക്കില്ല. അതുകൊണ്ട് വിഷമിക്കേണ്ട. നീ അടുത്ത 7 വർഷം കൂടെ അധ്വാനിച്ചാൽ നിനക്ക് 2ാമത്തെ മകളെ കൂടെ ഞാൻ നിനക്ക് തരും. അങ്ങനെ 7 വർഷം കൂടെ അധ്വാനിച്ചാണ് 2 ഭാര്യമാരെ കരസ്ഥമാക്കിയത്. അങ്ങനെ 2 ഭാര്യമാരുണ്ട്. ഇവിടെ നിന്ന് ഒരു ഒറ്റ ദൂത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നിങ്ങൾക്കറിയാമോ, 7 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ യാക്കോബിനെ തപ്പുമ്പോൾ ഏശാവാണെന്നുള്ള നിലയിൽ തപ്പുമ്പോൾ യാക്കോബ് കണ്ണടച്ച് നിന്നു. തപ്പിക്കോട്ടെ ഏശാവാന്നോർത്താ, തപ്പിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ റാഹേലാന്നും പറഞ്ഞ് കയ്യെ പിടിച്ചത് ലേയയുടെ കയ്യില. ഇപ്പൊ ലേഖയും ചിന്തിച്ചു, പിടിച്ചോട്ടെ റാഹേലാന്നോർത്താ. ഏത് തലത്തിൽ നീ കളിപ്പിച്ചോ അതേ തലത്തിൽ 7 കൊല്ലങ്ങൾക്ക് ശേഷം നീയും പഠിക്കപ്പെട്ടു. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. അങ്ങനെ 2 ഭാര്യമാർ. അതിൽ 2ാമത്തെ ഭാര്യ എന്ന് വേണേ പറയാം റാഹേൽ യോസഫ് എന്ന് പറയുന്ന തൻ്റെ മകനെ പ്രസവിച്ച ശേഷം, ലിസൺ, യാക്കോബ് തൻ്റെ അമ്മായിപ്പനോട് പറയുന്നു, അപ്പാ ഞാൻ എൻ്റെ സ്വദേശത്തേക്കും എൻ്റെ സ്ഥലത്തേക്കും പോകാൻ നീ എന്നെ അനുവദിക്കണം. എന്തോ ഒരു തീരുമാനം പറഞ്ഞുറപ്പിച്ച പോലെ, എന്തോ ഒരു തീരുമാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ പറഞ്ഞപ്പാ എനിക്ക് എൻ്റെ സ്ഥലത്തോട്ട് ഞാൻ പോവാ, എൻ്റെ സ്വദേശത്തേക്ക് ഞാൻ പോവാ, എന്നെ നീ വിടണം. കൂടാതെ ഞാൻ നിനക്ക് വേണ്ടി എങ്ങനെ അധ്വാനിച്ചു എന്ന് നീ അറിയാം. നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും എൻ്റെ മക്കളെയും നീ എനിക്ക് എന്ത് ചെയ്യണം? തരണം. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, അന്ന് അങ്ങനെ ആയിരിക്കും അതിൻ്റെ സിസ്റ്റം. കാരണം അപ്പൻ അനുവദിച്ചാൽ മാത്രമേ ഭാര്യമാരെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റൂ എന്നതായിരിക്കാം അന്നത്തെ സിസ്റ്റം. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ആ കരമുയർത്തൊരു സ്തോത്രം എന്ന് പറഞ്ഞ്. അങ്ങനൊന്നുമല്ല. ഇത് 3ാമത്തെ രാത്രിയല്ലേ? തലയ്ക്ക് മേളിൽ കരം പൊക്കി നല്ലൊരു സ്തോത്രം ഉണ്ടോ നോക്കട്ടെ. അല്ലല്ല, ശരിയായില്ല. കർത്താവിന് കൊടുക്കുന്നല്ലയോ? തലയ്ക്ക് മേളിലോട്ട് കൈ പൊക്കി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്, ഒന്നുകൂടെ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. പോരാ, സ്തോത്രം. കുറച്ചുകൂടെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര രൂപ സമ്മാനം തന്നെ ഇവിടെ കൊടുത്തു. അപ്പം കുറച്ചുകൂടെ ഹല്ലേലൂയ കർത്താവിന് കൊടുക്കണം. നല്ല ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് കാശ് കളയാനുള്ള പരിപാടി അല്ല. അത് എപ്പോഴും മനസ്സിലാക്കണം. 43 കൺവെൻഷൻ കൊണ്ട് കോടികളാണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ കൺവെൻഷന് 1000 കൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ കൺവെൻഷൻ ലക്ഷം കൊണ്ട് നിൽക്കത്തില്ല. ജനറൽ കൺവെൻഷനൊക്കെ ലക്ഷങ്ങൾ കൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പം കോടികളാണ്. എന്തിനാ ഇത്രയും പൈസ മുടക്കുന്നത്? ഒരുമിച്ച് കൂടി എല്ലാവരെയും കണ്ട് ഫുഡും കൊടുത്തു വിടാൻ അല്ല. ഇതൊരു സംഗമമാണ്. ഇതൊരു ആത്മീയ ഉണർവിൻ്റെ അനുഭവമാണ്.
അടുത്ത 1 വർഷം നീണ്ടു നിൽക്കുന്ന ഉണർവുണ്ടാകേണ്ട കാലഘട്ടമാണ്. ഓരോ പ്രസംഗത്തിന് ഡ്യൂറേഷൻ ഉണ്ട്. സഭായോഗത്തിൻ്റെ പ്രസംഗം അടുത്ത സഭായോഗം വരെ, മാസയോഗത്തിൻ്റെ പ്രസംഗം അടുത്ത മാസയോഗം വരെ, കൺവെൻഷൻ്റെ പ്രസംഗം അടുത്ത കൺവെൻഷൻ വരെ. ജനത്തിൻ്റെ ഹൃദയത്തിനകത്ത് സ്പർശിക്കേണ്ട ആലോചനകൾ ദൂതുകളുമാണ്. അതുകൊണ്ട് തന്നെ കരങ്ങൾ അടിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ആത്മനിറവിൽ സ്തോത്രം ചെയ്ത് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഒരിക്കൽ കൂടി ആ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു, എൻ്റെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നെ അനുവദിക്കണം. ഇന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ 5 ഒപ്പിടിയിക്കുന്നത്. എന്തിനെ? കല്യാണത്തിന് 5 എണ്ണമാ. 1 ഭാര്യയെ കൊണ്ട്, 2 ഭാര്യയുടെ അമ്മയെ കൊണ്ട്, ഭാര്യയുടെ അപ്പനെ കൊണ്ട്, ഭാര്യയുടെ പാസ്റ്ററെ കൊണ്ട്, പിന്നെ ഉറപ്പിന് സഭയുടെ ഒരു പ്രതിനിധിയെ കൊണ്ടാ. 5 ഒപ്പിടിക്കുന്നതിൻ്റെ കാരണം വാടി എന്ന് പറയുമ്പോൾ ഇറങ്ങി പോരാൻ വേണ്ടിയാ. അപ്പനോട് അനുവാദം ചോദിക്കണ്ട. പക്ഷെ പണ്ട് അങ്ങനെയല്ല, അപ്പനോട് അനുവാദം ചോദിക്കണം. അപ്പാ എൻ്റെ ഭാര്യമാരെ തരണം, ഞാൻ പോട്ടെ എന്ന് അപ്പനോട് പറഞ്ഞു. ആ വാക്യം നമ്മൾ വായിച്ച്. ഇനി ഇതിന്റെ മറുപടി അടുത്ത വാക്യത്തിൽ അപ്പം പറയുന്നുണ്ട്. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ. അയ്യോ, എന്തുവേടായി പറയുന്ന? പോവാന്നോ? അയ്യോ, എവിടെ? നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ എന്നെ വിട്ടുപോ. അങ്ങനെയൊക്കെ പറയുന്ന അമ്മായിപ്പന്മാരുണ്ടോ? സ്തോത്രം. 2 ഭാര്യമാരെയും 12 മക്കളെയും കൂട്ടിക്കൊണ്ട് അമ്മായിപ്പൻ്റെ വീട്ടിൽ താമസിക്കുക. അപ്പോഴാ പറയുന്നത്, അപ്പം ഞാൻ പൊക്കോട്ടെ. ഇന്നത്തെ അമ്മായിപ്പന്മാരാണെങ്കിൽ പറഞ്ഞത്, എൻ്റെ പൊന്നു മോനെ, ഞാൻ എങ്ങനെ അങ്ങോട്ട് പറയുന്നു ഓർത്തിരിക്കുമായിരുന്നു. ഇത്ര കാലമായില്ലോടാ, പോ. പിന്നെ ഇനി അല്ലാതെ അങ്ങനെ താമസിപ്പിക്കണമെങ്കിൽ മരുമകനെ കൊണ്ട് എന്തുണ്ടാവണം? ഗുണമുണ്ടാവണം. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ നല്ല അധ്വാനിക്കുന്ന ജോലിക്കാരനാണെങ്കിൽ ചോദിക്കുക, നീ എന്തിനാ ഇപ്പം പോകുന്നത്? നിനക്ക് എന്താ ആവശ്യം? വിസ വേണോ? ഫാമിലി വിസ വേണോ? അതോ നിനക്ക് കാറ് വേണോ? നിനക്ക് എന്താ വേണ്ട ചോദിക്കും. ഗുണമുണ്ടെങ്കിൽ. ഗുണമില്ലെങ്കിൽ അപ്പം തന്നെ ലെറ്റർ മേടിച്ചിട്ട് പറയും, യോ പെട്ടെന്ന് ഇവിടെ ലാബാൻ, അയ്യോ എന്തുവാ നീ പറയുന്നത്? പോവാന്നോ? സ്തോത്രം. എവിടെ പോകാൻ? വായിച്ചേ. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയയുണ്ടെങ്കിൽ പോകരുതേ. സ്നേഹമുണ്ടേ പോകല്ലേ. നിന്റെ നിമിത്തം. അതിന്റെ കാരണം നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നെനിക്ക് ബോധ്യമായി. പറഞ്ഞാൽ ചുമ്മാ ഭംഗി വാക്കല്ല, നീ വന്നത് എനിക്ക് എന്തായി തീർന്നു? അനുഗ്രഹമായി. അത് ബോധ്യമായിരിക്കുന്നു. അടുത്ത വാക്യം. നിനക്ക് എന്ത് പ്രതിഫലം വേണം? എന്താ നിനക്ക് പ്രശ്നം? എന്നോട് നിങ്ങളുണ്ടോ? എന്ത് പ്രതിഫലം വേണോന്ന് പറ. ഓഫറുകൾ. നമ്മളൊക്കെ ഈ ഓഫറുകൾക്കകത്ത് കൊടുക്കുന്നവരാണ് മലയാളികൾ. ഓഫറുകൾ. ലുലു ചെന്നാൽ ആദ്യം ആ കാർട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ കാണും ഒരു ബ്രോഷർ. അത് നോക്കി സാധനം വാങ്ങുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്നൊരു അമ്മാമയുണ്ട്. സ്തോത്രം. ലുലു ചെന്നാൽ ഏറ്റവും വില കുറഞ്ഞ അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണോ അതാ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. രക്തം ചെയ്യും. ഓഫറുകൾ നോക്കിയാൽ വാങ്ങത്തുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ എക്സ്പയറി ആകുമെങ്കിലും ഓഫർ നോക്കിയാൽ വാങ്ങത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. തീരാൻ പോകുന്ന സാധനമാണ് ഓഫറിൽ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ഓഫർ നമ്മളെ ചലിപ്പിക്കും. ബക്കറ്റ് എടുക്കുമ്പോൾ കപ്പ് ഫ്രീ ആണെങ്കിൽ അതെടുക്കും. ഇവിടെ യാക്കോബിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്ത് പ്രതിഫലം വേണോ എന്ന് പറ. ഇൻക്രിമെന്റ് വേണോ? അതോ ഹൗസ്, വീട്, ക്വാർട്ടേഴ്സ് കുറച്ചുകൂടെ കൂടുതൽ വേണോ? എന്ത് വേണം? എന്നോട് നിങ്ങളുണ്ടോ? പക്ഷെ അത് ഇയാളെ ചലിപ്പിക്കുന്നില്ല. ഓഫറുകളെക്കുള്ള ഇയാളെ ചിന്തിക്കുന്നില്ല. വായിക്കും നമുക്കറിയാം. നിനക്ക് എന്ത് വേണമെന്ന്, പ്രതിഫലം വേണമെന്ന് പറ, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? തരാം. അടുത്ത വാക്യം. അവൻ അവനോട്, അയാൾ മറുപടി പറയാണ്, അവൻ അവനോട്, ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചു എന്നും നിന്റെ ആട്ടിൻകൂട്ടം എന്റെ പക്കൽ എങ്ങനെ ഇരുന്നു എന്നും നീ അറിയുന്നു. അടുത്ത കാര്യം പറയാണ്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെ യഹോവ നിന്നെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ സാക്ഷ്യമാണ്. എനിക്ക് ഓരോ ആവറും വേണ്ട, എനിക്ക് വീട്ടിൽ വിടാം, ഞാൻ പോവാ. എൻ്റെ ഭാര്യമാരെ ഞാൻ എൻ്റെ സ്വലത്തോട്ട് പോവാ. പറഞ്ഞു ഓഫറുകൾ എനിക്ക് വേണ്ട ഡാഡി, എന്നെ വിട്ടാ മതി. എടാ നിനക്ക് ക്വാർട്ടേഴ്സ് ഇല്ല ഡാഡി, എന്നെ വിട്ടാ മതി. നിനക്ക് വീട് ഇല്ല ഡാഡി, വിട്ടാ മതി. ഇത് പറയുമ്പോൾ യാക്കോബിന്റെ ഒരു ഫിഗറും കൂടെ നോക്കാമേ. അടുത്ത അധ്യായം നോക്കേ, നെക്സ്റ്റ് ചാപ്റ്റർ വേഴ്സസ് 38 വാക്യം. ഈ 20 സംവത്സരം 31-28 വാക്യം വായിച്ചു. എന്റെ പുത്രന്മാരെയും 38 വാക്യം. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു,
നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. പറയണേ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കോ കോലാടുകൾക്കോ ചനനാശം വന്നിട്ടില്ല. അടുത്ത വാക്യം, നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ പറയും, എനിക്കറിയത്തില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നിട്ടില്ലെന്ന് എന്നോട് നിങ്ങളുണ്ടോ? 20 കൊല്ലം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പോകുന്ന ആള് പറയാ, എന്റെ പൊന്ന് സാറേ, ഞാൻ 20 കൊല്ലത്തിനിടയ്ക്ക് ഈ ലക്ഷക്കണക്കിന് ആടുമാടികളിൽ നിന്ന് ഒറ്റൊരെണ്ണത്തെ പോലും ഞാൻ ആട്ടിൻ സൂപ്പ് വെക്കാൻ എടുത്തിട്ടില്ല എന്ന്. നമ്മൾ 20 കൊല്ലം ആടിന്റെ ഫാമി ജോലി ചെയ്യുക, അത് എണ്ണമില്ലാത്ത ആടുകൾ. രാവിലെയും മട്ടൻ, ഉച്ചയ്ക്കും മട്ടൻ, വൈകിട്ടും മട്ടൻ ആയിരിക്കും. ഇവിടെ സാക്ഷ്യം പറയുന്നത് കേട്ടോ, 20 കൊല്ലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാ, ഒറ്റ ഒരെണ്ണത്തെ ഞാൻ തിന്നിട്ടില്ല എന്ന്. പ്രാഗൽഭ്യം കണ്ടോ? പ്രാഗൽഭ്യം എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. 20 കൊല്ലമൊക്കെ ഒരു സ്ഥാപനത്തെ ജോലി ചെയ്തിട്ട് പോകുന്നവരിൽ വിശ്വസ്തർ എന്ന് പറയാൻ വളരെ കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ പലരും വിശ്വസ്തർ എന്ന് പറയാൻ കാരണം പിടിക്കപ്പെടാത്തതുകൊണ്ടാ. പിടിക്കപ്പെട്ടാൽ അത് മാറും. പലരെയും പിടിക്കപ്പെടാത്തതുകൊണ്ടാ വിശ്വസ്തരായി ഇന്ന് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ യാക്കോബിന്റെ മറുപടി ഇല്ല, ഞാൻ തിന്നിട്ടില്ല, ഒന്നിനും ചലനാശം വന്നിട്ടില്ല. പിന്നെ പകൽ കളവ് പോയതിനെയും രാത്രിയിൽ കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു, ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം അയാൾ പറയുന്നുണ്ട്, സ്തോത്രം, എന്റെ വസ്തുത ഇങ്ങനെയായിരുന്നു, പകൽ വെയിൽ കൊണ്ടും രാത്രിയിൽ ക്ഷീണം കൊണ്ടും ഞാൻ. ഇവിടെ നോക്ക്, യാക്കോബിനെ കുറിച്ച് പറയുന്നത്, പകൽ ലാബാന്റെ ആട് ഇങ്ങനെ ആട് വെയിൽ കൊണ്ട് ക്ഷയിച്ചു. രാത്രി ഉറക്കില്ല, ലാബാന്റെ കള്ളം വരുന്നുണ്ടോ, സിംഹം വരുന്നുണ്ടോ, ആട് ഇങ്ങനെ നോക്കി പകൽ രാത്രി ശീതം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ പകൽ വെയിൽ കൊണ്ട് രാത്രി ശീതം കൊണ്ട് ക്ഷയിച്ചു. എന്ത്? ആട്, ലാബാന്റെ ആട്, ഭാര്യ, മക്കൾ, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ അങ്ങനെ ക്ഷയിച്ചു പോയ ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി പേരുണ്ട് നമ്മുടെ കൺമുമ്പിൽ. പകലും വൈകിട്ടും ഓടി മക്കൾ, ഭാര്യ, കുഞ്ഞ്, ലാബാൻ, ആട്, വീട്, മാട്, റബ്ബർ, ഓടി ക്ഷയിച്ച ധാരാളം പേരുണ്ട്. എന്റെ കണ്ണിന് ഇപ്പൊ ഉറക്കില്ല എന്ന് പറഞ്ഞാൽ, ഈ കണ്ണിന് ഉറങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പകൽ ഉണർന്നിരിക്കും, രാത്രി ഉറങ്ങണം, അത് ആ സിസ്റ്റം. പക്ഷെ ഇതങ്ങനല്ല, പകൽ ഉറക്കില്ല, രാത്രി. നേഴ്സുമാരുടെ കാര്യം പറഞ്ഞ പോലെ, ഒരാഴ്ച രാത്രി ഉറങ്ങണമെങ്കിൽ അടുത്ത ആഴ്ച പകൽ ഉറങ്ങും, പിന്നെ അടുത്ത ആഴ്ച ഏർലി മോർണിംഗ്, പിന്നെ ഒരാഴ്ച ഈവനിങ്. മാറി ഉറങ്ങി കണ്ണുകൾക്ക് ഇപ്പൊ എപ്പോഴാണ് ഉറങ്ങണ്ടെന്ന് അറിയത്തില്ല. ഉറങ്ങാനുള്ള സംവിധാനം മൊത്തം ഉണ്ടെങ്കിലും ഉറക്കം അറിയത്തില്ല. ഇങ്ങനെ ഒന്ന് അടിച്ചാൽ ഉണരും, കാരണം കണ്ണിന്റെ കൺട്രോള് പോയി. എനിക്കിപ്പോ ഉറക്കമില്ല, ഞാൻ ക്ഷീണിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. എന്റെ കണ്ണിന് ഉറക്കമില്ല. ഈ 20 സംവത്സരം നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം എന്ത് ചെയ്തു? മാറ്റിയതാണ് ഈ മനുഷ്യന്റെ ഫിഗർ. ഇവിടെ നോക്കൂ, ആരോഗ്യ ദൃഢഗാത്രനായ ചേട്ടനെ കളിപ്പിച്ച് അനുഗ്രഹത്തിന്റെ സമ്പാദ്യം മൊത്തം മേടിച്ചുകൊണ്ട് വന്നവൻ 21 കൊല്ലം കൊണ്ട് ക്ഷയിച്ച് ആട് മേയിച്ച് അതിന്റെ പുറകെ ചെന്ന് നടന്ന് വെച്ച് ആളങ്ങ് ക്ഷയിച്ചു. ഉറക്കയില്ല, ബോഡി ക്ഷീണിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോ റാഹേലിൽ പ്രസവിച്ചു യോസഫ്. കണ്ടപ്പോ എന്തോ ഒരു ആവേശം, എന്തോ ഒരു ഉറപ്പ് പോലെ, എന്തോ ഒരു തീരുമാന ശശി. അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ, അതിനെ പറഞ്ഞു വിടണം. അപ്പം പറഞ്ഞു, പോവല്ലേടാ, നീ വന്ന പിന്നെ എനിക്ക് നന്മയെല്ലാം ഉണ്ടായി, ഓഫറുകൾ തരാം. അയാൾ ഞാൻ പോവാ. ഇല്ലടാ, നിനക്ക് ഓഫറുകൾ ഇല്ലപ്പാ, ഞാൻ പോയി ക്ഷീണിച്ചിരിക്കുക, പോവാ. ചോദിച്ചു, എന്താ നീ പോകാൻ കാരണം? അയാൾ പറയുന്നൊരു വാക്യം ഇതാണ്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചു. പക്ഷെ ഞാൻ പോകാൻ കാരണം, ഇനി എന്റെ സ്വന്തം ഭവനത്തിനായി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞാൽ, പോകാൻ അയാളെ പ്രേരിപ്പിച്ച ഘടകം അയാൾക്ക് മനസ്സിലായി, ഇത് അധ്വാനമൊക്കെ ഇവിടെ കൊണ്ട് തീരും, എനിക്കൊരു സ്വന്തം ഭവനമുണ്ട്. സ്തോത്രം. സ്വന്തം ഭവനം ഉണ്ടെന്നുള്ളവരിന്ന് കൈമുക്കുക, നോക്കട്ടെ ഉണ്ടോന്ന്. അതെ, നിങ്ങൾ പ്രതീക്ഷ പോലും അസ്തമിച്ചല്ലോ. ദൈവമേ, ആ പ്രതീക്ഷ പോലും അസ്തമിച്ചല്ലോ. സ്വന്തം ഭവനം ഉണ്ടെന്നുള്ളവരിന്ന് കൈപൊക്കി ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് കാണട്ടെ. ഓ പോരാ,
വളരെ പാടാ കേട്ടോ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇയാളുടെ മനസ്സിനകത്തൊരു ചിന്ത വന്നു, ഇനി എൻ്റെ സ്വന്തം ഭവനം. ഞാൻ ചോദിച്ചു, ഏതാ സ്വന്തം ഭവനം? 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ? ആള് പറഞ്ഞു അതെന്റെ സ്വന്തമല്ലല്ലോ. നമ്മൾ വെച്ചേക്കുന്ന വീടുണ്ടല്ലോ 2000 സ്ക്വയർ ഫീറ്റിന്റെ, അത് നമ്മുടെ സ്വന്തമല്ലെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതങ്ങനെ പാസ്റ്റർ ഞാൻ കരമടിച്ചതാ. കരമടിച്ചെന്നുള്ളതേ ഉള്ളൂ, നിന്റെ സ്വന്തമൊന്നുമല്ല സാധനം. പക്ഷെ അത് തിരിച്ചറിയുമ്പോൾ കുറച്ച് വൈകും എന്ന് മാത്രം. വൈകും, കുറച്ച് പ്രായമാകുമ്പോഴാണ് അറിയുന്നത്. ഇല്ല, എനിക്ക് ആ ബെഡ്റൂമും എൻ്റെ ബാത്റൂമും അല്ലാതെ ഹോളി പോലും കയറാൻ എനിക്ക് പെർമിഷൻ ഇല്ല എന്ന് കുറെ കഴിയുമ്പോഴേ നീ അറിയൂ. അന്നേ അറിയൂ മോഡുലാർ കിച്ചൺ എൻ്റെ സ്വന്തമല്ല. ഇരിക്കുമ്പോൾ തല മാത്രം മേളിൽ കാണുന്ന കുഷ്യൻ കാശ് കൊടുത്ത് മേടിച്ചതാ, അതെൻ്റെ സ്വന്തമല്ല. കാരണം ഈ ബോഡി ഇങ്ങനെ ഓരോ പാർട്ടുകളാ. ഇപ്പം 44 വർഷം കൊണ്ട് എൻ്റെ കണ്ണ് യൂസ് ചെയ്യുക, 50 വർഷം കൊണ്ട് പല പാർട്ടുകളും ഞാൻ യൂസ് ചെയ്യുക. വർഷങ്ങൾ പോകും തോറും ഇതിൻ്റെ കൺട്രോൾ പോകും. ഇതിനൊക്കെ വാറണ്ടി ഉണ്ട്. ബോഡി പാർട്സിന് വാറണ്ടി ഇല്ല. പലവട്ടം യൂസ് ചെയ്യും. വർഷങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അറിയാതെ മോഷൻ പോയെന്ന് വരാം, ചിലപ്പോൾ അറിയാതെ യൂറിൻ പോയെന്ന് വരാം. കാരണം കൊല്ലങ്ങളായി ഉപയോഗിക്കുന്ന വസ്തുവൻ ബോഡി പാർട്സ് അല്ലേ, ഇതിൻ്റെയൊക്കെ കൺട്രോൾ പോകും. അപ്പോൾ ബോഡി പാർട്സിന്റെ കൺട്രോൾ പോകുമ്പോൾ മക്കൾ പറയും, നോ സെറ്റ് അപ്പൻ അലോ അല്ല, സിറ്റ് ഔട്ട് അപ്പൻ അലോ ചെയ്തിട്ടില്ല. അപ്പൻ അലോ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമും ആ ബാത്റൂമും മാത്രമാ. അന്നേ അറിയൂ ഇതെന്റെ സ്വന്തം അല്ലായിരുന്നു എന്നുള്ളത്. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ നിനക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ കരുത്ത് പ്രാപിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. സെമിത്തേരി പോലും സ്വന്തമല്ലെന്നറിയാമോ? പണ്ട് നമ്മൾ പാടുമായിരുന്നു, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി. പണ്ടൊക്കെ ഇങ്ങനെ പാടുവാൻ, നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുമില്ല, മണ്ണാങ്കട്ടയില്ല. ഈ അടക്കത്തിന്റെ സ്ഥലം 6 അടി ഉണ്ടല്ലോ, അത് ഉദ്ദേശിച്ച് ആ പാട്ട് പാടിയ. ഇപ്പൊ നിങ്ങൾക്കറിയാം അടക്കം മണ്ണിലല്ല സെല്ലില. സാറിന് അടക്കിപ്പോയ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സെല്ല് പണിയുക. 3 സെന്റ് സ്ഥലം മതി, 300 പേരെ ഞങ്ങൾക്ക് അടക്കാം. ഈ സെല്ലിനകത്തുള്ള അറയുടെ ആ ഇതെടുക്കും, സ്ലാബ് എടുത്ത് വെച്ചിട്ട് നീയോ ദാനിയേലേ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഈ ദാനിയേലിനെ അങ്ങോട്ട് ഞങ്ങൾ വെച്ചിട്ട് ആ സെല്ല് അടയ്ക്കും. 6 മാസം കഴിയുമ്പോൾ മറ്റൊരു ദാനിയേൽ ചാകും. ചത്താ പിന്നെ എല്ലാവർക്കും ഒറ്റപ്പേരാ ദാനിയേൽ. അതുകൊണ്ട് ഈ പഴയ ദാനിയേലിനെ തള്ളി അപ്പുറത്തെ കുഴിക്കകത്ത് ഇട്ടേച്ച് പുതിയ ദാനിയേലിനെ കൊണ്ടുവെക്കും. ആ ദാനിയേലിനും 6 മാസം കാലാവധി, അല്ലെങ്കിൽ അടുത്ത ആൾ ചാകുന്നവരെ. അത് കഴിയുമ്പോൾ അയാളെ തള്ളി താഴോട്ടിടും. അപ്പോ തീരുന്ന പരിപാടി. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഫൂളാകല്ലേ, നീ വിട്ടിയാകല്ലേ, ഈ ഭൂമിയിൽ നിനക്കൊരു മണ്ണാങ്ങാട്ടയില്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഈ പന്തൽ നിറയൊരു അസാധാരണ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ അത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ലക്ഷക്കണക്കിന് കാശി മുടക്കി യോഗം വെക്കുന്നത് ആഡംബരം കാണിക്കാനല്ല, നിന്റെ ശാശ്വത ഭവനത്തിലേക്ക് നിന്റെ മനസ്സൊന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. Somebody shout hallelujah. അതാ നമ്മളെ ഈ തിരിച്ചറിയുമ്പോൾ പല കാര്യങ്ങളും റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. ഒത്തിരി കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ വൈകും. ജ്ഞാനിയായ മനുഷ്യന്റെ പേരാണ് ശലോമോൻ. അയാൾ എഴുതിയ 1-ാമത്തെ പുസ്തകത്തിന്റെ പേര് ഉത്തമഗീതം എന്ന്. അതിനകത്ത് അയാൾ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ അറിയാം. പ്രിയേ, കാന്തേ, സുന്ദരിയേ, പ്രിയേ, നല്ല വേടുകളാ. പക്ഷെ അടുത്ത പുസ്തകം വന്നപ്പോൾ സദൃശവാക്യം, അതിനകത്ത് പ്രിയയും കാന്തയൊന്നുമില്ല. എനിക്കറിയാത്ത 4 കാര്യങ്ങൾ. ജ്ഞാനിയെ പുള്ളി ചൊല്ലിട്ടു, എനിക്കറിയില്ല. എന്ത്? ആകാശത്തിൽ പറവയുടെ വഴി, ഐ ഡോണ്ട് നോ. പാറമേൽ സർപ്പത്തിന്റെ വഴി, ഐ ഡോണ്ട് നോ. കപ്പൽ സമുദ്രത്തിൽ കപ്പലിന്റെ വഴി, എനിക്കറിയില്ല. കന്യകയുടെ പുറകെ ഉള്ള പുരുഷന്റെ വഴി, എനിക്കറിയില്ല. പിന്നെ ഒന്നറിയാം, യഹോവാ ഭക്തി. വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. പ്രിയ എന്നുള്ള ഒരു വേട് പോലും ഇല്ല അതിനകത്ത്. കാരണം പ്രായമായപ്പോൾ അറിവ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എഴുതിയ ലാസ്റ്റത്തെ പുസ്തകത്തിന്റെ പേരാണ് സഭാപ്രസംഗി. അതിൽ പറഞ്ഞു കേൾക്കണോ, മായ, മായ, ഓഹോ, എല്ലാം മായ, സൂര്യന് കീഴെ സകലതുമായ. ഇത് പറയുമ്പോൾ പ്രായം 90 ആയിരിക്കും. 95 വയസ്സുള്ള അപ്പച്ചനെ ഇപ്പൊ ഈ സ്ഥലത്ത് ചുമ്മാ കൊടുക്കുന്നു പറഞ്ഞാൽ വേണ്ടല്ലോ. 95 വയസ്സുള്ള അപ്പച്ചനെ പറയാ, ഈ റോഡിന്റെ സൈഡിൽ ഈ സ്ഥലം വെറുതെ അപ്പച്ച വാങ്ങിക്കോ. അപ്പച്ചൻ പറയാം, എനിക്ക് വേണ്ടാടാ,
വേണ്ടാടാ. കുന്നംകുളം മൊത്തം വിലയ്ക്ക് വാങ്ങാൻ നടന്ന മനുഷ്യൻ ഇപ്പൊ ചുമ്മാ കൊടുത്തിട്ടും വസ്തു വേണ്ട. കാരണം എന്നെ പുള്ളിക്ക് മനസ്സിലായി ഇതൊന്നും ചുരുട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇതെല്ലാം വാരിക്കുട്ടി തോളയിട്ട് ഈ ലോകത്തുനിന്ന് പോകാൻ പറ്റില്ല. പെട്ടി പോലും നിന്റെ സ്വന്തമല്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. എല്ലാം മായ. അയാൾ പറയുന്നത് 12 അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രോചനക്കുരി ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് എന്ത് ചെയ്യും? മടങ്ങും. ഇത് പറഞ്ഞപ്പോൾ പ്രായം 90 എല്ലാം മായ. പിന്നെ ഒരു കാര്യം മാത്രം പുള്ളി തെളിച്ച് പറയുന്നുണ്ട് കേട്ടോ, ഫുൾ മായ എന്നല്ല. പിന്നെ എവിടെ പറഞ്ഞാലും ഒരു ക്ലോസ് വെക്കുന്നുണ്ട്. ആ ക്ലോസ് മറ്റൊന്നുമല്ല, സൂര്യന് കീഴെ സകലവും മായ, സൂര്യന് കീഴെ സകലവും മായ, സൂര്യന് കീഴെ സകലവും മായ. ഞാൻ ചോദിച്ചു എല്ലാം മായയല്ലയോ? ആള് പറയാ നോ, എല്ലാം മായയല്ല, സൂര്യന് കീഴെ മായ. അപ്പൊ ഞാൻ ചോദിച്ചു അതിന്റെ മുകളിലോ? ഇല്ല, അതിന്റെ മുകളിൽ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ആ റിയാലിറ്റിയാ ഈ യോഗം നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറ. സ്തോത്രം. അതാ സ്വന്തം എന്ന് പറയുന്നൊരു ഭവനം അതേ ഉള്ളൂ. ഭൂമിയിൽ ഒന്നും നമ്മുടെ സ്വന്തം. പിള്ളേർക്കൊക്കെ വെളിവ് വെച്ചു, പിള്ളേർക്കൊക്കെ വിവരം വെച്ചു. അതുകൊണ്ട് അവർ നോക്കും അടക്കത്തിന് മുടക്കുന്ന പൈസ ഡെഡ് മണിയാണോ എന്ന് നോക്കിയ മണി എന്ത് ചെയ്യൂ? മുടക്കും. കാര്യം നീ ഉണ്ടാക്കി ബാങ്കിലിട്ടേക്കുന്ന പൈസയാണെങ്കിലും ചെലവഴിക്കുന്നത് പിള്ളേരാകിയാൽ അവർ നോക്കും ഡെഡ് മണി എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതാണോ അതോ അതോട് പോവോ നോക്കും. അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കി അടക്കും. പണ്ടൊക്കെ ഈ പെട്ടിയൊക്കെ ഭയങ്കര പ്രാധാന്യമായിരുന്നു. തേക്കിൻ്റെ പെട്ടി, ഇട്ടിപ്പെട്ടി എന്നൊക്കെ വലിയ പ്രൗഢിയുടെ സിമ്പലാണ്. ഇത് പോളിഷ് വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു തടി ഏതാണെങ്കിലും കുഴപ്പമില്ല, പോളിഷ് മതിയല്ലോ. അവർ പോളിഷിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ കഴിഞ്ഞ കാലം വരെ. ഇപ്പൊ കുറച്ചുകൂടെ ഹോളി വിശുദ്ധി വർദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞു തുണി അടിക്കണം, തുണി പോളിഷ് അല്ല, അപ്പൻ വിശുദ്ധനോ. അതുകൊണ്ട് വെള്ളത്തുണി 150 രൂപയുടെ വെള്ളത്തുണി കൊണ്ട് പെട്ടി മറച്ചാൽ പിന്നെ അകത്തെ പെട്ടി എന്നതാന്ന് ആര് കണ്ടു? മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടല്ലോ അല്ലയോ? നീ ഒന്നും അല്ലെന്ന് പഠിക്കേ, നീ ഒന്നുമല്ല, നീ ആരുമല്ലെന്ന് പഠിക്ക. അല്ലെന്ന് എന്തിനാ കളിപ്പിക്കുന്നു? സ്നേഹം എന്നൊക്കെ പറയുന്നത് 80% സ്നേഹവും ഫേക്കാന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. 80% ലവും ഫേക്കാന്ന് മനസ്സിലായ ആളാണ്. ഭർത്താവിന്റെ സാന്നിധ്യവും ഭർത്താവിന്റെ സപ്പോർട്ടും ഇല്ലാതെ ജീവിക്കാനുള്ള സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ചത്താലും വിഷയമല്ലെന്ന് ചിന്തിക്കുന്ന ഭാര്യമാരുടെ കാലഘട്ടം. ഭാര്യയെ ഇല്ലാതെയും ജീവിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം വന്നാൽ ഭാര്യ അധികപ്പറ്റായി ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുടെ കാലഘട്ടമാണ്. അല്ലെന്ന് പറയില്ല. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമാണ്, അങ്ങനെ ഒന്നും പറയല്ലേ, വിഷമം തോന്നല്ലേ, പറയല്ലേ. സ്നേഹം സത്യമാണെന്നറിയാം. നീ 1 മാസം കിടന്ന് മലവും മൂത്രവും കട്ടിലേക്ക് കൊടുക്കണം, അപ്പം അറിയാം. ഞങ്ങൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം അനുശോചനമാണ്. ഈ അനുശോചനം എന്ന സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അനുശോചനം, മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അനുശോചനം എന്നാ പാടാന്നറിയാമെന്ന് പറയാൻ. കാരണം അവിടെ മാത്രം നമുക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല, ദുഃഖിച്ചേ പറയാൻ പറ്റും. പലപ്പോഴും ദുഃഖം വരാറില്ല. പിന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇവരോടൊക്കെ ചോദിച്ചാൽ മതി, സാക്ഷികൾ പരമാർത്ഥം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുക പലപ്പോഴും. കാരണം ഞങ്ങൾക്ക് ദുഃഖം പലപ്പോഴും വരാറില്ല. അതിന് കാരണം ഈ കരയുന്നവരെ കാണുമ്പോഴാണ് ഞങ്ങളുടെ ദുഃഖം പോകുന്നത്. ഞങ്ങൾ ദുഃഖിച്ചാൽ ചിലപ്പം വരുന്നേ, പക്ഷെ ഈ കരയുന്നവരെ കാണുമ്പോൾ ഞങ്ങളുടെ ദുഃഖമൊക്കെ മാറും. ഞങ്ങൾക്ക് അതിൻ്റെ ചിരി വരും. കാരണം അമ്മാമ്മ പറയും എന്നെ ഇട്ടിട്ട് പോയോ, അയ്യോ എന്നെ കൂടെ കൊണ്ടുപോയോ. ഇത് കാരണം സത്യത്തിൽ ഞങ്ങൾക്ക് ചിരി വരും. കാരണം 3 ദിവസം മുമ്പും ഫോൺ വിളിച്ച് പറഞ്ഞതാ, പാസ്റ്ററെ 1 മാസം കൊണ്ട് കിടപ്പ, ഞാൻ മടുത്തു, ദൈവഹിതത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇയാളെ പൊക്കാൻ പ്രാർത്ഥിച്ച അമ്മമ്മ കരയുക, എന്നെ കൂടെ കൊണ്ടുപോ, എന്നെ ഇട്ടിച്ച് പോയോ. സത്യം പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളറയിൽ ഹാപ്പിയാ. കാരണം ഇനിയിപ്പോൾ എനിക്ക് UK-യിലോ കാനഡയിലോ പിള്ളേരുടെ അടുക്കലൊക്കെ പോകാന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. എന്നാലും ആൾക്കാരുടെ മുമ്പിൽ ചിരിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലയോ കരയുന്നത്. എന്നോട് നിങ്ങളുണ്ടോ? സ്തോത്രം. മക്കളുടെ കരച്ചിലും അത്രയ്ക്കേ ഉള്ളൂ. മക്കളെ അപ്പം മരിച്ച അന്നേരം ചിന്തിച്ചു, അയ്യോ ഡാഡി പോയോ ഡാഡി, കേൾക്കുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചിന്തിക്കുക, എങ്ങനെ പോകണമല്ലോ, എങ്ങനെ ടിക്കറ്റ് നോക്കുക, ടിക്കറ്റ് ഇങ്ങനെ നോക്കി
ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് കിട്ടിയപ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ച വരത്തുള്ളൂ, അതുവരെ ഫ്രീസറി വെച്ചോ, മോർച്ചറി അതാകുമ്പോൾ 1000 രൂപയേ ഉള്ളൂ. ടിക്കറ്റ് പെട്ടെന്ന് വന്നാൽ ഒരു ടിക്കറ്റ് 25,000 വെച്ച് കൂടും. 5 പേര് വരുമ്പോൾ 1,4 ലക്ഷം രൂപ. ആ 1,4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ മോർച്ചറിക്കും, ബാക്കി 1,20 അടക്കം മൊത്തം അതിൽ നടക്കും. അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു 5 ദിവസം, അവർക്ക് ദുഃഖമില്ലല്ലോ, നമുക്കും പാസ്റ്റർക്ക് വലിയ ദുഃഖം, പാസ്റ്റർക്ക് വലിയ പ്രയാസം. 5 ദിവസം യോഗം വെക്കണ്ടായോ? പോകാൻ പറ്റുമോ? കഞ്ഞി കുടിക്കാൻ പറ്റുമോ? പുറത്തു പോകാൻ പറ്റുമോ? എല്ലാ ദിവസവുമായിട്ട് ആശ്വാസം. അവരിവിടെ നിങ്ങൾ വേണ്ടുന്നില്ല കേട്ടു. നിങ്ങൾ 5 ദിവസങ്ങൾ ഇതിലെ പുറകെ കഷ്ടപ്പെട്ട് ഉറക്കമില്ല, ഊണുമില്ല, പോയില്ല പറയും. പുള്ളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പുള്ളിക്കും പിള്ളേരും കുടുംബം ഉണ്ടെന്നുള്ള കാര്യമൊന്നും നമുക്ക് വിഷയമേ അല്ല. പുള്ളി മനുഷ്യനല്ലല്ലോ, പാച്ചറ് മനുഷ്യനല്ലല്ലോ. പാച്ചറ് കർത്താവിന്റെ വിലക്കിറങ്ങി ഏതോ അന്യജീവി ഗ്രഹമല്ലയോ, പുള്ളി കുടുംബമൊന്നും അല്ലല്ലോ. നിങ്ങൾക്കറിയാമോ, തമ്പുരാൻ വരാത്തതാണ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ. വന്നിരുന്നേ കാണായിരുന്നു കളി. സ്തോത്രം. ഇതുവരെ തമ്പുരാൻ വരാഞ്ഞതാണ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ. പനി മാറിയൊന്നുമല്ല, വന്നിരുന്നെങ്കിൽ കാണായിരുന്നു കളി. രക്തത്താൽ ജയം തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഒന്നുമില്ലെന്ന് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഒന്നും നമുക്കില്ലെന്ന് പഠിക്കണം. അല്ല, ആകെ സ്വന്തമെന്ന് പറയാൻ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടല്ല, പിന്നെ ശാശ്വതമായൊരു ഭവനം, അത് സ്വർഗമാണ്. റംഷനാദി അന്തർജനാഥന. ആ രാജ്യത്തെക്കുറിച്ച് ഇന്ന് രാത്രി സംസാരിക്കാൻ എനിക്ക് അകത്ത് കൊതി. അത് പറയുമ്പോൾ അകത്ത് കത്തണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ അകത്ത് പരിചേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ചേർന്ന കരമൊന്ന് വീശി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. സമ്പടി ഹുരാവ ഷൈരാര അന്തർജനാഥന. നമുക്കൊരു സ്ഥലമുണ്ട്, നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു നാടുണ്ട്, അതാണ് നിത്യരാജ്യം. പണ്ടുകാലത്തെ വിശുദ്ധന്മാരൊക്കെ അത് പാർത്ത് നടന്നിട്ടുള്ളവരാണ്. ആ രാജ്യത്തെക്കുറിച്ചും അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നു പണ്ടുകാലത്തെ ആൾക്കാരുടെ പ്രത്യാശയും സന്തോഷമൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പാട്ടുകൾക്കകത്ത് എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. നീലാകാശവും കടന്നു ഞാൻ പോകും, എൻ്റെ യേശു വസിക്കും നാട്ടിൽ. ഉണ്ടോ മോനെ? നീലാകാശവും കടന്നു ഞാൻ പോകും, എൻ്റെ യേശു വസിക്കുന്ന വീട്ടിൽ. വായിക്കുന്ന ആളുണ്ടോ? വരുന്നുണ്ടോ? സ്തോത്രം. 2-3 പാട്ടൊക്കെ ഞാൻ ഇപ്പൊ പാടുന്നുണ്ട് കേട്ടോ, നേരത്തെ പറയാൻ വിട്ടുപോയി. സ്തോത്രം. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ സന്തോഷം. പണ്ട് കാലത്തെ ആൾക്കാരുടെ ആ പാട്ടും അന്നത്തെ പാട്ടും അതൊക്കെ എന്തോ ഒരു ഹാപ്പിനെസ് ആണെന്നറിയോ, നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു ഊർജ്ജമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. സ്തോത്രം. ഏത് പിച്ചിലാ ഇപ്പം ഞാൻ പാടിയേ? ആ പിച്ചൊന്നിടാവോ? ഇന്ന് കാണുന്നതല്ല നശ്വരമെന്നാൽ ഓ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നീടുമാകാം. അഴിയാത്ത സ്വർഗം ഒരു ഘട്ടത്താ പിടിച്ചു. ഓ ഇന്ന് കാണുന്നതല്ല നശ്വരമെന്നാൽ. ഭയങ്കര പിച്ചല്ലേ? ഒരു ഒറ്റക്കെട്ടതാ. ഇന്ന് കാണുന്നതല്ല നശ്വരമെന്നാൽ ഓ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നീടുമാകാം. ഓ നശ്വരമെന്നാൽ ഓ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നീടുമാകാം. ഓ ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ഓ ചേർന്നിടും ഞാൻ ശുദ്ധരോട്, ചേർന്നിടും ഞാൻ ശുദ്ധരോട്. ഓ പാടിയിടും രക്ഷയിൻഗാനം, ഓ പാടിയിടും രക്ഷയിൻഗാനം. ഓ നീലാകാശവും
നീലാകാശവും കടന്നു ഞാൻ എന്റെ യേശു വസിക്കുന്ന നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ എന്റെ യേശു വസിക്കുന്ന നാട്ടിൽ. എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ. വേഗത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു നാഥൻ. എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ. വേഗത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നിടും. എന്നെ സ്നേഹിച്ചു നാഥൻ. വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ ചേർന്നിടും പ്രിയനൊത്തു ഞാൻ. വാനിൽ കാഹളനാദം മുഴങ്ങുമെന്നാളിൽ ചേർന്നിടും പ്രിയനൊത്തു. സന്തോഷമുണ്ട് കരം പിടിച്ച്. ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്. ചേർന്നിടും ഞാൻ ശുദ്ധരോത്ത്. പാടിയിടും രക്ഷയിൻ ഗാനം. പാടിയിടും രക്ഷയിൻ ഗാനം. നീലാകാശവും കടന്ന് ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്നു ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. എത്ര സുന്ദരമായൊരു പാട്ടല്ലേ. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്. ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്. പിന്നെ പാടിയിടും രക്ഷയിൻ ഗാനം. പാടിയിടും രക്ഷയിൻ ഗാനം. ആ പാട്ട് ഇപ്പം ഞാൻ അറിയാതെ പാടിയിട്ട് പോലും നിങ്ങളുടെ അകത്തൊരു സന്തോഷം വന്ന കണ്ടോ? ആ നിരാശയെ കുറിച്ച് നിരാശ മാറിയത് കണ്ടോ? ആ വീടിന്റെ ടെൻഷൻ, രോഗത്തിന്റെ ടെൻഷനൊക്കെ നിങ്ങളുടെ മുഖത്ത് എന്തൊരു പ്രസന്നത വന്നറിയാമോ? ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കേട്ടോ. വന്നപ്പോൾ ഉള്ള പോലെ നിങ്ങളുടെ മുഖത്തിന് ഹാപ്പിനെസ് വന്നു. അതാ പണ്ടത്തെ ഈ പ്രസംഗത്തിനകത്തായിരുന്നു രോഗശാന്തി. ഇതൊക്കെ പറയുമ്പോഴേ നമ്മൾ ഈ ബോഡിയെ കുറിച്ച് അങ്ങ് വിടും. ആ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കും. അറിയാതെ രണ്ട് സ്തോത്രമൊക്കെ പറയുമ്പോൾ കൈയുടെ ബന്ധനം, കാലിൻ്റെ ബന്ധനം, ചൊറിച്ചില് എല്ലാം മാറും. ഇതിപ്പോൾ നമ്മൾ കേൾക്കുന്ന മൊത്തം ഇതായതുകൊണ്ട്, ഇവിടുത്തെ കാര്യമായതുകൊണ്ട് എപ്പോഴും ഇത് ചിന്തിച്ചിരിക്കുക. അത് ചിന്തിച്ചാൽ ഇത് മറക്കും. നിന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പറയുന്ന സബ്ജക്റ്റിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ആ പന്തലിൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലും ആ ഒരു വലിയ പ്രത്യാശയുടെ പ്രസൻസ് ഇതിനകത്ത് വ്യാപരിക്കുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കരമൊന്നടിച്ച് ഒരുമിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് 2 മിനിറ്റുകൾ ആ കരമൊന്നടിച്ച് എവരിബഡി 2 മിനിറ്റ്സ് ആ കരമൊന്നടിച്ച് ആ തരങ്ങളെ തുറന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറ. അതാ പണ്ട് കാലത്ത് ഈ ആൾക്കാരുടെ ഉള്ളിൽ ആ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നു. അന്നത്തെ അവർ പെന്തക്കോസി വന്നതിൻ്റെ കാരണം, ഇന്ന് ഞാൻ പെന്തക്കോസി പോയാൽ നാളെ എൻ്റെ കൊച്ചിനെ ദൈവം അമേരിക്കയിൽ കൊണ്ടുപോകുന്ന ഓർത്തൊന്നുമല്ല. അവർക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. നമ്മളാ പിന്നെയും കുറച്ചുകൂടി ഗിമ്മിക്ക് കാണിക്കുന്നവരാ. നമ്മളിങ്ങനെ ആടി പിന്നെ വിടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല കൈയടിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പോലും അടിച്ചവരല്ല. പ്രതീക്ഷയേ ഇല്ല. ചൂട്ടുകറ്റയൊക്കെ കത്തിച്ച് പോയി സ്തോത്രം പറയുന്നത് കർത്താവിന്റെ വരവിൽ പോണോന്നുള്ള പ്രതീക്ഷയില്ല. അതായിരുന്നു കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. അതായിരുന്നു അവരുടെ പ്രതീക്ഷ. അന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ. വേറൊന്നും അവരുടെ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് ആ പാട്ടുകൾക്കൊക്കെ, അന്നത്തെ ആ പാട്ടുകൾക്ക് അതേ ടേസ്റ്റ്. ഇതൊക്കെ ഒന്ന് പാടിയാൽ തന്നെ വലിയ പ്രത്യാശ വ്യാപരിക്കും. ഓ മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ, മുൾക്കിരീടധാരിയായി കടന്നു പോയ പ്രിയനെ,
പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ. ഓ പൊൻകിരീടധാരിയായി അന്നു ഞാൻ കാണുമേ. എന്നു കാണും യേശുനാഥനെ. എന്നു കാണും യേശുനാഥനെ. അടുത്ത ലൈനൊക്കെ നല്ല ഗംഭീരമാ. ലോകത്തിൽ ഞാനൊരു നിന്ദിതനെങ്കിലും, ലോകത്തിൽ ഞാനൊരു നിന്ദിതനെങ്കിലും മേഘത്തിൽ ഞാനൊരു വധുവായി മാറുമേ. മേഘത്തിൽ ഞാനൊരു വധുവായി മാറുമേ. എന്നു കാണും യേശുരാജനെ. പണ്ടത്തെ പ്രസംഗങ്ങളെല്ലാം കർത്താവിന്റെ വരവ്, ശാശ്വത പവനം, സ്വർഗത്തിൽ പോണം, ചുള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു, അഹങ്കാരികൾ താളടിയാകും, ദുഷ്പ്രവർത്തിക്കാർ താളടിയാകും. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ പ്രസംഗം. അതുകൊണ്ട് കേൾക്കുന്നവർക്കെല്ലാം ഇത് കേട്ട് കർത്താവ് വന്നാൽ മതിയേ എന്നുള്ള ചിന്തന വീട്ടിൽ പോകും. ഇന്നിപ്പം നമ്മളിപ്പോൾ 25 എത്ര പ്രസംഗം കേട്ടു ഇല്ലേ? കർത്താവിൻ്റെ വരവും സ്വർഗവും ഒക്കെ കേൾക്കുന്ന മെസ്സേജുകളുണ്ടോ എനിക്കറിയില്ല. പണ്ട് ഒരു പ്രസംഗം കേട്ടിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ താന്ന് പറന്നു പോലും, ഹെലികോപ്റ്റർ താന്ന് പറഞ്ഞു. ഇന്നത്തെ പോലെ ഒത്തിരി ഉള്ള സമയമല്ലല്ലോ പണ്ട്. ഇതിന്റെ സൗണ്ട് കേട്ടപ്പോൾ കർത്താവ് വന്നേ എന്ന് പറഞ്ഞു വീട്ടിലെ പാസ്റ്റർ ഓടി ഇറങ്ങി, എൻ്റെ അടി കർത്താവ് വന്നടി എന്ന് പറഞ്ഞോണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ ചിരിയും സന്തോഷവും ഒക്കെയാണ്. ഇതുപോലൊരു മനുഷ്യൻ അല്ലേ? പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരുവനെ താൻ നിലച്ചിരുന്നാൽ വരുന്നവനെല്ലാം അവനെന്ന് തോന്നും, മറ്റൊന്നും പറയാനില്ല. ഇന്ന് ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് വാക്കുപോലും നമ്മൾ പറയാറില്ല. പ്രാർത്ഥന തുടങ്ങുമ്പോൾ ലാസ്റ്റ് പ്രാർത്ഥനയാണോ? ബൈബിള് മടക്കി, പിതാവായ സിബിട്ടു, പുത്രനായ ബാഗി വെച്ചു, പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ വണ്ടി കയറും. ചെരിപ്പിടുന്ന സമയത്ത് ആമേൻ കർത്താവേ ആര് പറയുന്നു? ആര് പറയുന്നു? കർത്താവ് വന്നില്ലെങ്കിൽ അടുത്ത കൊല്ലവും കാണും 44ാമത്തെ UPF. ഇത് UPF-ന്റെ. ഇത് കൂടാതെ ഇൻഡിപെൻഡന്റ് ഉണ്ട്, ഷാരോൻ, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഇൻഡിപെൻഡന്റ് ചർച്ചസ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇതിൻ്റെയൊക്കെ വേറെ ഉണ്ട്. സ്തോത്രം. ലക്ഷക്കണക്കിന് കൺവെൻഷൻ കേൾക്കുന്നെങ്കിലും ആമേൻ കർത്താവേ വേഗം വരണമെന്ന് പറയാനുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത തലത്തിലോട്ട് ദൈവസഭ മാറുക. ഈ 3ാമത്തെ രാത്രി തിരിച്ചു വരണം. നിനക്കൊരു സ്വന്തം ഭവനമുണ്ട്. ഇത് നമ്മുടെ സ്വന്തം അല്ലല്ലോ. നിനക്ക് ബോധം കെട്ട് കിടക്കുവാണെങ്കിൽ നിന്റെ കയ്യിലെ മറ്റേ മഷിപ്പാടെ മുക്കിയിട്ട് കൊണ്ട് ഒപ്പിടിക്കും, ഞെക്കി പിടിപ്പിക്കും. നീ അറിയത്ത് പോലുമില്ല. സാധനം ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് പ്രായമുള്ള അമ്മേനെ തൂക്കിയെടുത്തോണ്ടാണ് വരുന്നത്. ഒരു കയ്യിൽ ഒരു മകള്, ഒരു കയ്യിൽ മകന്. തൂക്കി ബാമ തൂക്കി അവനാ എനിക്ക് വയ്യാടാ തൂക്കി. എന്നൊക്കെ വയ്യേ നിന്നെ തൂക്കും ഈ ഒപ്പിടാൻ വേണ്ടിയിട്ടാ. ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെ തൂക്കും. അത് കയ്യിലല്ല, മേളില്ല. സ്തോത്രം. മനുഷ്യ തിരിച്ചറിയുന്നവർക്കായി കർത്താവ് ഫൂളാകല്ല. അതുകൊണ്ടാണ് ലോകപരമായി സമ്പന്നനായ ഒരാളെ നോക്കി ബൈബിൾ പഠിക്കുന്നതിന് പേരുണ്ട്, തമ്പുരാൻ വിളിച്ചൊരു പേരുണ്ട്, മൂഡോക്. കഴിഞ്ഞ വർഷം ഞാൻ വന്ന് പറഞ്ഞ അയാൾ പറഞ്ഞു, ഞാൻ സമ്പാദിച്ചു, ഇഷ്ടംപോലെ ഉണ്ടാക്കി, പണ്ടികശാലകൾ പണിതു, കളപ്പുരകൾ പൊളിച്ചു പണിതു, എന്നോട് തന്നെ നിനക്ക് തീ തിന്നെ, നീ ആശ്വസിക്ക്, ഏറിയാണ്ടുകൾ ഏറിയാണ്ടുകൾ. തമ്പുരാൻ ഇന്ന് രാത്രി കുന്നംകുളത്തുള്ള എൻ്റെ പ്രിയരെ, എൻ്റെ ചങ്കേ, എൻ്റെ പ്രാണനെ, അതിലൊക്കെ അപ്പുറം എങ്ങനെയാ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലത് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഞങ്ങളുടെ കൺസേൺ നിങ്ങളുടെ 80 കൊല്ലത്തെ ലൈഫല്ല. ഏലപ്പാറയെ കണ്ടിട്ടില്ല നിങ്ങൾ പലരും. നിങ്ങൾ വീടുണ്ടാക്കി, മക്കളെ പഠിപ്പിച്ചു, മക്കളെ വിദേശത്തേക്ക് വിട്ടു. അത് ഞങ്ങളുടെ അഡ്വൈസ് കൊണ്ടല്ല. 80 കൊല്ലം നിങ്ങൾക്ക് പുഷ്പം പോലെ ജീവിക്കാനുള്ള നോളജ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കൺസേൺ 80 കൊല്ലമല്ല, അതുക്കപ്പുറം നീ എവിടെ ചെന്ന് അവസാനിക്കും. 80 കൊല്ലത്തെ ലൈഫ് ഞങ്ങളുടെ വിഷയമല്ല, അതിനപ്പുറം. അതാ ഞങ്ങളുടെ കൺസേൺ. വർഷാവർഷം പൈസ സ്വരുക്കൂട്ടി കുടിക്കകത്ത് ഇട്ട് വെച്ച് പന്തലുകാർക്കും ടെന്റുകാർക്കും പാസ്റ്റർമാർക്കും സൗണ്ടുകാർക്കൊക്കെ കൊടുത്ത് യോഗം വെക്കുന്നത് 80 കൊല്ലത്തിനപ്പുറത്തെ റിയാലിറ്റിയിൽ നീ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനാ ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറ. നിനക്കൊരു സ്വന്തം ഭവനമുണ്ട്. സ്തോത്രം. യാക്കോബ് ഇത്രയും കാലം അത് മറന്നു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി യാക്കോബേ? ഇത്രയും കാലം അത് മറന്നു പാസ്റ്റർ. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ഇല്ല,
ലാബാന്റെ ആഡംബര കൊട്ടാരത്തിന്റെ മുമ്പിൽ എൻ്റെ കൊച്ചു വീട് ഞാൻ മറന്നു. എത്ര കൊല്ലം? 21 കൊല്ലം. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? 2 ഭാര്യമാർ, അധ്വാനിച്ച് ഓടി 2 ഭാര്യമാർ. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു. ഇല്ല, മക്കള് 11, ഓടി മക്കള്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞില്ല. ലാബാന്റെ ആട് ഭാര്യ മക്കൾ വീട് ഓടി വീട് മറന്നു. ഇപ്പൊ പാട്ട് പാടാൻ തോന്നുന്നില്ലല്ലോ, കയ്യടി സ്ട്രോങ് അല്ലല്ലോ, പള്ളിയിൽ പോലും വല്ലപ്പോഴൊക്കെ അല്ലേ വീട് മറന്നു. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. അല്ല എൻ്റെ ബ്രദേഴ്സ്, അടക്കം കിട്ടും. പെന്തിക്കോസ്തുകാരുടെ അടക്കത്തെക്കുറിച്ച് ഇപ്പൊ പൊതുവെ ഒരു സംസാരമുണ്ട്. നല്ല അടക്കം നമ്മുടെ അടക്കമെന്നാണ് പൊതുവെ ഇപ്പൊ പറയുന്നത്. കാരണം കുഴിയിൽ കൊണ്ടടക്കാതെ കുഴി കാണാതിരിക്കാൻ, കുഴിയെടുക്കുമ്പോൾ ആ കുഴിയുടെ ചൂട്ടിലും ഞങ്ങളിപ്പോൾ വെള്ളത്തുണി വിരിച്ച മണ്ണ് കാണാതിരിക്കാൻ കൊണ്ടടക്കുന്നേ. ആ വെള്ളത്തുണി വിരിച്ചിട്ട് ഇടയ്ക്ക് ഓട്ടയിട്ട് ഞങ്ങൾ റോസാപ്പ് കുത്തിവെക്കും. പണ്ടൊക്കെ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പം ഞങ്ങൾ പറയുന്നത് മണ്ണാണെങ്കിലും ഇടുന്നത് മണ്ണല്ല, പൂവാ. അപ്പം പൊതുവെ ആൾക്കാരുടെ ഒരു പഠിപ്പീരിൽ ഈ പെന്തിക്കോസ്തുകാരുടെ അടക്കമാണ് നല്ല അടക്കം എന്നാണ് പൊതുവേ പറയുന്നത്. അടക്കം നല്ലതായിരിക്കും. അറിയാവുന്നവരും അറിയാത്തവരും നിനക്ക് വേണ്ടി അനുശോചനം പറയും. കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ ഒരു അച്ചായനാണ്, പക്ഷേ അനുശോചനം പറഞ്ഞപ്പോൾ മാറിപ്പോയി. അമ്മ മരിച്ചതായിട്ട് അനുശോചനം പറഞ്ഞ് എന്ന് പറഞ്ഞ അനുശോചനം പറഞ്ഞ പുള്ളിക്ക് മരിച്ചത് അപ്പനാണോ അമ്മയാണോ എന്ന് പോലും അറിയത്തില്ല. കാരണം പലയിടത്തും അനുശോചനം പറയാന്ന് പറയുന്നത് അത് സഭയിലെ ആൾക്കാരുടെ ഒരു പ്രൗഢിയാ. ആരെങ്കിലും മരിച്ചാലും വേണ്ടില്ല, ഞങ്ങളുടെ പാസ്റ്റർ അനുശോചനം പറയണം. എന്നാൽ പാസ്റ്ററെ കൊണ്ടുപോകുമ്പോൾ മരിച്ചത് ഇന്നയാളാണെന്ന് പോലും പറഞ്ഞു കൊടുക്കാതെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ അബദ്ധം. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും നീ ആരാന്ന് പോലും അറിയാത്തവരും നിനക്ക് വേണ്ടി അനുശോചനം പറയും. ഇത് മറ്റെങ്ങുമില്ല. അങ്ങനെ ഗംഭീര അടക്കം നടക്കും. പക്ഷെ അതിനപ്പുറത്തുള്ള കാര്യമാണ് പ്രയാസം. എങ്ങോട്ട് പോകും? സ്തോത്രം. രാത്രി ഉറപ്പിക്കണം നിത്യത. 2 സ്ഥലമുണ്ട് നിത്യത. ഒന്ന് നരകം, മറ്റത് സ്വർഗം. നരകത്തിൽ പോണെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ല, നേരെ പോയാൽ മതി. പക്ഷെ സ്വർഗത്തിൽ പോണെങ്കിൽ റിസ്ക് ഉണ്ട്. അത് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് മാത്രമാണ് അവിടെ ചെന്ന് ചേരാൻ കഴിയുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന കരമൊന്ന് വീശി ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഞാൻ ചോദിച്ചു യാക്കോബേ എന്താ പറ്റി? മറന്നു പാസ്റ്റർ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ആഡംബര കൊട്ടാരത്തിന്റെ മുമ്പിൽ എന്റെ വീട് ഞാൻ മറന്നു. അവിടേക്ക് ഭക്തന്മാരുടെ പാട്ടുകൾ ഭയങ്കരമാ. ഒരു മനുഷ്യൻ എഴുതിയ പാട്ട് കേൾക്കണം. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ. ഒരാള് പാടിയതാ. 8 ആമ്പിള്ളേർ മരിച്ചു. CS മാത്യു അപ്പച്ചൻ എഴുതിയ പാട്ട. ഓ ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടെ എന്നെ മാടി വിളിച്ചാൽ. ഇല്ല, സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല? ഇല്ല. മണ്ണേ പ്രതി മാണിക്യം വെടിയത്തിൽ. അടുത്ത വാക്ക് കേൾക്കണം. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ഞാൻ ചിന്തിക്കുമായിരുന്നു അവരൊക്കെ ജീവിച്ച റലമെന്ന. നമ്മളിപ്പോ ബൈബിള് വായിക്കുന്നത് എനിക്ക് എന്തെല്ലാം പറ്റും എന്നറിയാനാ. മീശ വെക്കാൻ പറ്റുമോ? നോക്കട്ടെ. ആ പറ്റും. ഷോർട്സ് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റുമോ? ബൈബിള് പഠിക്കുന്നത് എന്ത് പറ്റൂന്ന് അറിയാനാ. പണ്ട് ആരോ പറഞ്ഞു മീശ പഠിച്ചാലേ സ്വർഗത്തിൽ പോകും. ആണോ? ആ അന്നേരം പഠിക്കുക ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം. പണ്ടാരാണ് പറഞ്ഞു വെള്ളം ഇട്ടാലേ പോകാൻ പറ്റൂ. ആണോ? ആ ഓക്കെ, എന്നാ പിന്നെ വെള്ള. അങ്ങനെയല്ലയോ വെള്ളം വന്നത്. പണ്ടത്തെ അപ്പച്ചന്മാരുടെ മുഖത്ത് മീശയില്ലല്ലോ. അതെന്താ? പാസ്റ്റർ പറഞ്ഞു വേണ്ടാച്ചാ വേണ്ട. ഇന്ന് പറഞ്ഞു നോക്കിക്കേ, പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ആയിരിക്കും. ഓഹോ മീശ വെക്കണ്ടെന്ന് അടിച്ചേക്കാം ഉവാണ്ടയ്ക്ക്. ഇപ്പൊ ഒരു പാസ്റ്റർക്ക് ട്രാൻസ്ഫർ ഉണ്ടാക്കാൻ വേണ്ടി പ്രായമുള്ള ആൾക്കാരൊന്നും വേണ്ടല്ലോ. 3 വയസ്സുകാരൻ ഒരു കൊച്ചു മതിയല്ലോ. ഇപ്പൊ ഞങ്ങൾ കൊച്ചിനെ പോലും കാണുന്ന വളരെ ഭവ്യതയോടുകൂടിയാ. കാരണം അലമുണ്ടാക്കുന്ന കൊച്ചു സെക്രട്ടറിയുടെ മോനാണെങ്കിൽ പോയിരിക്കടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രാൻസ്ഫറാ. 3 വയസ്സുള്ള കൊച്ചു വിചാരിച്ചാൽ ഞങ്ങളെ പൊക്കം വിട്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കിയാലും വഴക്ക് പറയാറില്ല. ട്രാൻസ്ഫറേ പോടാ മോനെ, ട്രാൻസ്ഫറേ. കാരണം അവൻ വിചാരിച്ചാൽ മതി, കാര്യം പരിഹരിക്കപ്പെടും. ആർക്കും കൊട്ടാവുന്നൊരു ചെണ്ടയില്ലയോ. രക്ഷപ്പെടും തോന്നുന്നുണ്ടോ? നാട് വിട്ടു വീട് വിട്ടു
നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരാം. എന്തിന്? കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ ആ കൊട്ടവൻ എറുതവിടാം. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പൂരമാണ് എന്റെ. ഒന്ന് ചേർന്ന് പാടി ആരാധിച്ചേ, ചേർന്ന് പാടിക്ക്. എന്റെ നിത്യം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ആമേൻ. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ചേർന്ന് കരമുയർത്തി കർത്താവിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആ കരമെല്ലാവരും വീശി ദൈവത്തെ ഇന്ന് രാത്രി മകത്വം. ലാബാന്റെ ആഡംബര കൊട്ടാരത്തിന് മുമ്പിൽ യാക്കോബിന്റെ കൊച്ചു വീട് മറന്നു. അങ്ങനെ മറന്നുപോയ 3-4 സമ്പന്നന്മാർ ബൈബിളിനകത്തുണ്ട്. അതിനകത്തൊരുത്തന്റെ പേരില്ലെങ്കിൽ സ്റ്റാറ്റസ് ഉണ്ട്, ധനവാൻ. ഈ ധനവാനും ലാസറും ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ പറഞ്ഞായിരുന്നു, എന്നെ ചലിപ്പിച്ച മനുഷ്യനാ ധനവാൻ. സ്തോത്രം. പക്ഷെ എന്നെ അതിനേക്കാൾ ചലിപ്പിച്ചവനാണ് ഈ ലാസർ. അയ്യോ എൻ്റെ പാസ്റ്ററെ, ഒരുത്തൻ പാവി, മറ്റോൻ രോഗി. പാവി ആരാ? കാശുകാരൻ. രോഗി ആരാ? പൈസ ഇല്ലാത്തവൻ. പക്ഷെ സ്വർഗത്തിൽ പോയത് ആരാ? രോഗി. ധനവാൻ താഴെ. ഈ ധനവാനും ലാസറും ചെന്നു. ഇയാളും മേളിലും ധനവാൻ താഴെ. താഴെ നിന്നിട്ട് ദാഹം വന്നപ്പോൾ മേലോട്ട് നോക്കി. എൻ്റെ മോനെ ചങ്ക് പറഞ്ഞു കാണും. എന്നറിയോ? ഇയാളുടെ ആനുകൂല്യം പറ്റിയവൻ, ഇയാളുടെ കയ്യിൽ നിന്ന് ചാരിറ്റി മേടിച്ചവൻ, ഇയാളുടെ കയ്യിൽ നിന്ന് ആനുകൂല്യം മേടിച്ചവൻ, സപ്പോർട്ട് മേടിച്ചവൻ സ്വർഗത്തിലും, സപ്പോർട്ട് കൊടുത്തവൻ താഴെയും. അല്ലയോ? സപ്പോർട്ട് കൊടുത്തവൻ താഴെ, മേടിച്ചവൻ മേളിൽ. എന്നിട്ടിപ്പോ എന്റെ വീട്ടിലെ ഫുഡ് അടിച്ചവനാണോ? ബുദ്ധിമാനാ. അജ്ഞരായ വിജ്ഞരായ അജ്ഞരുമുണ്ട്. അറിയാമോ? അറിവില്ലെങ്കിലും വിജ്ഞരായിട്ടുള്ളവരുണ്ട്. അതിലൊരുത്തന്റെ പേരാണ് മുക്കുവനായ പത്രോസ്. വിദ്യാഭ്യാസമില്ലെങ്കിലും അയാൾ പറഞ്ഞു, ഞാൻ യേശുവിന്റെ പിന്നാലെ പോവാ. അജ്ഞരായ വിജ്ഞർ. എന്നാ വിജ്ഞരായ പല അജ്ഞരുമുണ്ട്. അതിനകത്ത് ഒരാളാ ധനവാൻ. വിദ്യാഭ്യാസം കാണും, അജ്ഞരാ. ഇതിനപ്പുറത്ത് എന്തെന്നറിയില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയണം. ഈ ആയുസിൽ നീ ഏറ്റവും ബുദ്ധിമാനായി തീരുന്നത് രക്ഷകനെ കണ്ടെത്തുമ്പോഴും നിന്റെ നിത്യരാജ്യം ഏത് സ്ഥലത്താണെന്ന് ഉറപ്പിക്കുന്നതുമാണ് ഏറ്റവും വലിയ വിദ്യ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് കരമുയർത്തി ഹല്ലേലൂയ പറ. ആനുകൂല്യം പാർത്ത് കിടന്നവനാണെങ്കിലും അവൻ ആ കിടപ്പിൽ ഒപ്പിച്ചു നിത്യത. അതേ കുറിച്ചോണം. മനുഷ്യരാണെന്ന് പോലും നമ്മൾ കൺസിഡർ ചെയ്യാത്തവര് പലരുമായിരിക്കും നിത്യരാജ്യം കൈവശമാക്കുന്നത്. കുഞ്ഞാച്ചാൻ, തങ്കമ്മാമ്മ, യോഗത്തിന് 8 മണിക്ക്, യോഗത്തിന് 10 മണിക്ക് വരുന്ന അമ്മാമ്മ, അവരായിരിക്കും ആ രാജ്യം കൈയാളുന്നേ. കാരണം അവരെ 6 മണിക്ക് ഇറങ്ങുന്നതായിരിക്കും വീട്ടില്. സ്തോത്രം. ഓടി റോട്ടിൽ ചെന്ന് കൈ കാണിച്ചപ്പോൾ ബസ്സുകാരെ നിർത്തിയില്ല. വിഷമിച്ച് പ്രാർത്ഥന നിർത്തണേ പ്രാർത്ഥിച്ച് ഒരുത്തനെ ചവിട്ടി നിർത്തി. അയാൾ നിർത്തിയപ്പോൾ 100 മീറ്റർ അപ്പുറത്ത് ഓടി പിടിച്ച് ബൈബിൾ കക്ഷത്ത് വെച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ കാലുകുത്ത സ്ഥലയിൽ 6 മണിക്ക് ഇറങ്ങിയത്. അങ്ങോട്ട് ചെന്ന് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ച് എന്തായാലും സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോ 900 മീറ്റർ ഉണ്ട്. അയാൾ പറഞ്ഞു 1 കിലോമീറ്റർ ഉണ്ടല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ 900 മീറ്റർ നടന്ന് ഈ അമ്മ ഇറങ്ങി വന്നപ്പോൾ സമയം 9. 8 മണിക്കത്തെ സഭായകത്തിന് 9 മണിക്ക് ആൾ കയറി വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു വന്നു ലാസ്റ്റ് വണ്ടി. പക്ഷെ 6 മണിക്ക് ഇറങ്ങിയതാ. തമ്പുരാന്റെ കണക്ക് പുസ്തകത്തിലെ അവർക്കായിരിക്കും മാർക്ക്. എനിക്ക് അറിയില്ല എന്താണ്.
സ്തോത്രം. ഈ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം ഭയങ്കര വ്യത്യാസമാണ്. ഒറ്റ ഓഫറിങ്ങിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ആ ഓഫറിങ് തമ്പുരാൻ നോക്കുകയും ചെയ്തു. നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഇത് 100%. ഈ വിധവയുടെ ഇത് ഓക്കെ, ഇത് മാത്രം ഓക്കെ, ഇത് മാത്രം. ബാക്കിയുള്ളവരൊക്കെ സമ്പത്തിൽ നിന്നുള്ളതിൽ കൊണ്ടിട്ടു. പക്ഷെ ഇത് 100% ഉള്ളത് മൊത്തം ഇട്ടു. പക്ഷെ ഇട്ടത് ഏറ്റവും ചെറിയ കാശ് അവരുടെയാ, 2 വെള്ളിക്കാശ്. പക്ഷെ കണക്ക് പുസ്തകത്തിൽ ഫസ്റ്റ് അവരുടെയാ. തിരിച്ചറിയുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Somebody shout hallelujah. ഫൂളാകല്ലേ, പിടിച്ചോണ്ടേ പോകാം. ഇന്ന് രാത്രി ഈ ഭൂമി നിന്റെ സ്വന്തമല്ല. ഇല്ല, ഇന്ന് ഇവിടെയുള്ളത് ഒന്നും നിന്റെ സ്വന്തമല്ല. വണ്ടി, വീട്, കാർ, ഇതൊന്നും നിന്റെ സ്വന്തമല്ല. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ നമ്മളിവിടെ ഇല്ല, പോകാറായി. ഓരോരുത്തരും ക്യൂവില്ല, നമ്മളെല്ലാം ക്യൂവില്ല. ഇങ്ങനെ ഓരോരുത്തർ വൈൻഡപ്പ് ചെയ്യുന്നു, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ 70 വർഷം, ഏറെയായാൽ 80 അല്ലെ 90. 90 പോകരുതെന്ന് എൻ്റെ പ്രാർത്ഥന. 80 കൊണ്ടൊക്കെ നിർത്തുവാണെങ്കിൽ സ്മൂത്തായിട്ട് പോകാം. 90-ലോട്ട് പോയാൽ പിള്ളേരെ പ്രാകും. പിള്ളേർ വെള്ളം തരത്തില്ല, അവരെ പ്രാകും. നീ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച പിള്ളേരെ നീ ശപിച്ചിട്ട് ഇവിടുന്ന് പോകും. അതിനേക്കാൾ നല്ലത് 80 ലാൻഡ് ചെയ്യുവാണെങ്കിൽ സേഫ് ലാൻഡിങ്. പിള്ളേര് സേഫ്, നീയും സേഫ്. അവർ നിനക്കെതിരെ കാണിക്കുന്നൊന്നും കാണാതെ പോകാമല്ലോ. രക്തത്താലിച്ചയ്യ നിന്നെ ഒളിച്ചു വെച്ചേച്ച് അവർ കൂട്ട് കഴിക്കുന്നതും, നിന്നെ തള്ളിയിട്ടേച്ച് അവർ കുമരകത്ത് വെച്ച് അവർ കരിമീൻ കഴിക്കുന്നതൊക്കെ നീ കണ്ട് വിഷമിക്കണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ? സേഫായിട്ട് 80 ലാൻഡ് ചെയ്യുന്ന നല്ലതാ. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേ. എന്നിട്ട് നല്ലപോലെ പോ. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഇതിനപ്പുറം ഉറപ്പിക്കുക. പാട്ടുപാടി ആ രാജ്യത്തൊട്ട് പോകാൻ ഇന്ന് രാത്രി അകത്ത് കൊതിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെയാ പണ്ടത്തെ വിശുദ്ധന്മാരെല്ലാം പാട്ടുപാടി അവസാനിപ്പിച്ച്. പാട്ടുപാടിക്കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ പോയാൽ മരിച്ചുപോയ എത്ര പേരുണ്ടെന്നറിയാം, നിത്യത്തിൽ ചേർക്കപ്പെട്ട്. നമ്മളെ ഞങ്ങളുടെ സ്നേഹിതൻ പാസ്റ്റർ എം ജോൺസൺ പാസ്റ്റർ, എനിക്ക് തോന്നുന്നു അങ്ങനെയാ, ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓവർസീർ ഉൾപ്പെടെ വന്നവർ പാട്ടുപാടി. എല്ലാ പാട്ട് ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ള ആശ്രയമേ, പരിലസിക്കും സ്വർണത്തേരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ. സ്തുതിനാദം സദമുഴങ്ങും ശാലേ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിലെന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. പാട്ടൊക്കെ ഒന്ന് പാടുമ്പോ പോയാൽ എന്ത് രസമായിരിക്കില്ലയോ. ഇതിങ്ങനെ പിച്ചും പേയും പറഞ്ഞ് ദേഹം ഇട്ട് മുറിച്ച് കീറി. വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമാണെങ്കിൽ മരണം പേടിയാ. സ്വർഗത്തിൽ പോകാൻ എങ്ങനെ കൊതിയാണെങ്കിലും മരണം പേടിയാ. തലവേദന വന്നാൽ 3 ഒപ്പീനിയൻ എടുക്കും. ഫസ്റ്റ് ഒപ്പീനിയൻ, സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ. കുഴപ്പമുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ റിപ്പോർട്ട് മൊത്തം മക്കൾക്ക് അയച്ചു കൊടുക്കും. മക്കൾ ഞാനോട് ആ ഹോസ്പിറ്റൽ എല്ലായിടത്തും ഉണ്ടല്ലോ, മോനെ നോക്കി എല്ലായിടത്തും റിപ്പോർട്ട് വന്നു. മമ്മിക്ക് ഒരു കുഴപ്പമില്ല മമ്മി എന്ന് പറഞ്ഞാൽ പിറ്റേ ആഴ്ചത്തെ ആ സാക്ഷ്യത്തിനകത്തൊരു ഊർജം. അതുവരെ കണ്ണുനീരെന്ത് മാറുമെന്നുള്ള പാട്ട എൻ്റെ നിങ്ങൾ പാട്ട് സ്തോത്രം. ഇന്നാണ് പലരുടെയും മരണം കാണാൻ പോലും പറ്റത്തില്ല. കാരണം എന്തെങ്കിലും അസുഖം വന്ന് അന്നേരം കൊണ്ട് ICU-വിനകത്ത് തള്ളും. അതിനകത്ത് കിടന്ന് മരിക്കുന്ന എങ്ങനെ പോലും അറിയത്തോലില്ല. സ്തോത്രം. ആ വീട്ടിലൊക്കെ കിടന്ന് നല്ല മരണം എന്തായാലും പോയേ പറ്റൂ. എന്നാൽ പിന്നെ പിള്ളേരെയൊക്കെ കണ്ട് എല്ലാവരെയും ബ്ലസ് ചെയ്ത് തന്നെത്താൻ കട്ടിലേക്ക് കാലുറപ്പിച്ച് വെച്ച് യാക്കോബ് പോയതുപോലെ ഒന്ന് ഇരുന്ന് ആട്ടൊക്കെ ഒന്ന് പാടി. പ്രത്യാശ വേണം. എവിടെ പ്രത്യാശ? എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ലാത്ത കൊണ്ടാണ് ഈ വാട്ടം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. അതിൻ്റെ കൂടെ നിങ്ങളുണ്ടോ? യാക്കോബ് മറന്നു, ധനവാൻ മറന്നു, പക്ഷെ ലാസർ പിടിച്ചു. മറ്റൊരുത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞേ. പുള്ളി സമ്പാദ്യം ഉണ്ടാക്കി, നിത്യതയെക്കുറിച്ച് മിണ്ടിയില്ല. പറഞ്ഞു മൂടാ. വേറൊരുത്തൻ ചോദിച്ചു, ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അയാൾ പറഞ്ഞു കൽപ്പന പ്രമാണിക്ക്. അയാൾ ഞാൻ ചെറുപ്പം തൊട്ടേ ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയപ്പം പറഞ്ഞു കാശുകാരനാ. നിനക്കുള്ളത് മറ്റൊരു മിത്ത് നീ ദരിദ്രർക്ക് കൊടുത്താൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും, നിത്യജീവനും കിട്ടും. അപ്പം ആ പുള്ളി വലിയ പണക്കാരനായതുകൊണ്ട് പറഞ്ഞു അയ്യോ പൈസ പോകുമോ, എന്നപ്പോൾ എനിക്ക് സ്വർഗരാജ്യം വേണ്ട. പുള്ളി ദുഃഖിച്ച് തല കുഴിച്ചു പോയി കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? വീട് മറന്നു. ഇന്ന് രാത്രി ഉറപ്പിക്ക്, നിനക്കൊരു സ്വന്തം ഭവനമുണ്ട്. യാക്കോബിന്റെ 2ാമത്തെ ചിന്ത യാക്കോബ് പറയുന്നുണ്ട്, ആ സ്വന്തം ഭവനത്തിനായി കരുതേണ്ടവൻ ഞാൻ എപ്പോൾ എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി കരുതേണ്ടത് നിന്റെ ഭാര്യയല്ല, നീ തന്നെ.
പലയിടത്തും ഭാര്യമാരെ അച്ചായമാർക്ക് കൊണ്ട് കരുതുന്നത്, ചിലയിടത്ത് അച്ചായമാരെ ഭാര്യമാർക്ക് കൊണ്ട് കരുതുന്നത്. നോ രക്ഷ. സ്തോത്രം. നീ പള്ളിയിൽ പോയോടി? ആ പോയി. അച്ചാൻ വരുന്നില്ലയോ? നീ പോയാൽ മതി. നീ പ്രാർത്ഥിച്ചോടി? രാത്രി ചില അച്ചായമാർ വന്നപ്പോൾ ചോദിക്കുന്നത് പ്രാർത്ഥിച്ചോടി? പ്രാർത്ഥിച്ചു. ആ ഓക്കെ. അച്ചാൻ പ്രാർത്ഥിക്കുന്നില്ലയോ? നീ പ്രാർത്ഥിച്ചല്ലോ അല്ലയോ? ആ മതി. എൻ്റെ ഒന്നച്ചായി ഇവിടെ ഒന്നും നടക്കില്ല. ഇല്ല, നീ എന്തിനാ കളിപ്പിക്കുന്നു? ഞാനെന്തിനാ കളിപ്പിക്കുന്നു? കഴിഞ്ഞിടയ്ക്ക് ഞാൻ രാജസ്ഥാനിൽ ജയ്പൂർ പ്രസംഗിക്കാൻ പോയി. എൻ്റെ ദൈവം നമ്മുടെ നാടാ, സ്വന്തം നാടാ, നമ്മുടെ ഇന്ത്യ രാജ്യമാകുന്നു. എല്ലാ ഇന്ത്യക്കാരെയും എൻ്റെ സഹോദരന്മാർ അപ്പം എൻ്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയതാ. എയർപോർട്ടിൽ കൂടെ പോയപ്പോൾ അവർ ചോദിച്ചു എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്, ലഗേജ് ഉണ്ട്. അവർ സ്ക്രീൻ ചെയ്യണം. നിന്റെ പേടിയാ, സ്ക്രീൻ ചെയ്യണം. ഇതെല്ലാം കൂടെ സ്ക്രീൻ ചെയ്യും. 15 കിലോ കൊണ്ട് 15 കിലോ അവർ നീങ്ങി പൊക്കോ, ഇത് ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം. അങ്ങോട്ട് വിട്ടു. ഇപ്പം എൻ്റെ ഒരു കൊച്ചു ബാഗും ബൈബിളും ഒക്കെയാണ്. അപ്പം അവർ വേറൊരു വഴി കൂടെ കൊണ്ടുപോയി പറഞ്ഞു ഈ ബൈബിള്, ബാഗ്, ബെൽറ്റ്, ഷൂവ്, ചീപ്പ്, വാച്ച്, മൊബൈല് എല്ലാം കൂടെ അങ്ങോട്ട് വെക്കേ, അതിലെ പൊക്കോട്ടെ എല്ലാം പറഞ്ഞു വിട്ടു. എന്നിട്ട് നീ ഇതിലേ വാ, ഒറ്റയ്ക്ക് വാ. ഒറ്റയ്ക്ക് എൻ്റെ സഹോദരനെ കാണാൻ പോയതാ, വിട്ടില്ല. എന്നോട് പറഞ്ഞു ആ വാതിലേക്കൂടെ കയറി വാ. ആ വാതിലേക്ക് കയറുമ്പോൾ BP അടിച്ചാൽ എന്നെ അവൻ പിടിക്കും. BP അടിക്കരുത്, എന്നിട്ട് അവിടെ നിൽക്കണം. ചെന്ന് കഴിയുമ്പോൾ അവൻ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് എന്നെ തപ്പുമ്പോൾ ഞാൻ കർത്താവ് കുരിശേ കടന്നുകൊണ്ട് നിൽക്കണം. തപ്പിക്കോ. അയാൾ എന്നെ മൊത്തം ഊടുപാട് തപ്പ്. എൻ്റെ സഹോദരനെ കാണാൻ പോയതാ. ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. എന്നെ പേടിയാ. തിരിഞ്ഞു നിൽക്കടാ. ഞാൻ തിരിഞ്ഞു നിന്നു. അവ പുറയിലും തപ്പി. എന്നിട്ടും പുള്ളിക്ക് സമാധാനം വന്നില്ല. കൈ കൊണ്ടും തപ്പിയിട്ട് പറഞ്ഞു ഗോ. ഇത്രയും തപ്പിട്ടാ എൻ്റെ സഹോദരന്മാരെ കാണാൻ അടുത്ത സ്റ്റേറ്റിലോട്ട് എന്നെ വിട്ടെ. ഒരു സ്റ്റേറ്റിൽ പോകാൻ ഈ തപ്പലാണെങ്കിൽ മേലോട്ട് പോകാനോ? ഒരു സ്റ്റേറ്റിൽ പോകാൻ ഈ തപ്പുയാ പിന്നെ അങ്ങോട്ട് പോകാൻ എങ്ങനെ? അതാ ഈ രാത്രി ഗുണപ്പെടുക എന്നുള്ളത് വേറെ മാർഗം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക, നന്നായിട്ട് യോഗത്തിന് പോവുക, നന്നായിട്ട് നന്നായിട്ട് പാട്ട് പാടുക, നല്ലപോലെ കൈയടിക്കുക. അന്യഭാഷ പ്രാപിച്ചില്ലേ പ്രാപിക്കുക. ദൈവത്തോട് സംസാരിക്കാനുള്ള ലാംഗ്വേജ് അന്യഭാഷയാണെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ ചെന്ന മലയാളം ഇല്ല, അന്യഭാഷയാണ്. അപ്പം അതുകൊണ്ട് ആ ഭാഷ പ്രാപിക്കുക. പലരും പ്രാപിച്ചിട്ടില്ല. കാരണം 68 വയസ്സായി. ഇനിയിപ്പോൾ അങ്ങനെ സമർപ്പിക്കപ്പെടുന്നത് രക്തത്താല് ചെയ്യും. 12 വയസ്സുള്ളപ്പോൾ സമയത്ത് യോഗം വെച്ചതാ, അന്ന് പോയില്ല. 25 വയസ്സുള്ള വെച്ച് അന്ന് പോയില്ല. ഇപ്പോൾ 68 വയസ്സായി. ഇനി അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. കണ്ണടയ്ക്കുമ്പോഴൊക്കെ FDയുടെ ചിന്തയാ. FD മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അന്യഭാഷയില്ല. എനിക്കറിയത്തില്ല. കർത്താവ് വരാഞ്ഞത് ഭാഗ്യം. പിന്നെ അടക്കം നടക്കുമ്പോൾ നമ്മൾ കുറിച്ച് വെക്കും ഇമ്പങ്ങളുടെ വർദ്ധീസയിൽ. സത്യം പറഞ്ഞ ഇമ്പങ്ങളുടെ വർദ്ധീസിയാണ് പുള്ളി, തുമ്പങ്ങളുടെ വർദ്ധീസിയാണെന്ന് പുള്ളിക്ക് അറിയൂ, നമുക്കറിയത്തില്ലല്ലോ. നമ്മളിങ്ങനെ സന്തോഷം കൊണ്ട് കുറിച്ച് വെക്കുക ഇമ്പങ്ങളുടെ വർദ്ധീരത്ത് നിത്യതയിൽ നമ്മളെങ്ങനെ കുറിച്ച് വെക്കുക. പുള്ളി ഇമ്പങ്ങളാണോ തുമ്പമാണെന്ന് പുള്ളിക്ക് അറിയത്തുള്ളൂ. പുള്ളി പറയാം എൻ്റെ പൊന്നേടാ ഞാൻ ഇവിടെ തുമ്പ അനുഭവിക്കാം, നിങ്ങളെല്ലാം കൂടെ പറയാം നിത്യതയിൽ കാണാതെ. നമ്മൾ ആശ്വാസപ്പെടുത്തില്ലയോ? നിത്യതയിൽ കാണാം, മിക്കവാറും കണ്ടാൽ തന്നെ. എന്നോട് നിങ്ങൾ ഉണ്ടോ? കൊണപ്പെടുക, വേറെ മാർഗമില്ല. കൊണപ്പെടുക, അല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല. മാനസാന്തരപ്പെടുക. തെറ്റുണ്ടെങ്കിൽ ഏറ്റു പറയും. നീ ക്ഷമ ചോദിച്ച് കൊണപ്പെടുക. നല്ലപോലെ യോഗത്തിന് പോവുക, വാ തുറന്ന് പാടുക, നന്നായിട്ട് കൈയടിക്കുക, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുക, പ്രത്യാശയോടെ ജീവിക്കുക. ഈ ഭൂമി നമ്മുടെ സ്വന്തമല്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം സന്തോഷമായി പാർത്തോ, സമാധാനമായി പാർത്തോ. ആ രാജ്യത്തിന്റെ പ്രതീക്ഷയിൽ, കാരണം നീയാണ് കരുതേണ്ടത്. യാക്കോബിന്റെ അടുത്ത ചിന്ത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോൾ കരുതും. കാരണം എൻ്റെ നല്ല പ്രായം മൊത്തം ഞാൻ ലാബാന് കൊടുത്തു. എൻ്റെ നല്ല പ്രായം ഞാൻ ഭാര്യമാർക്ക് കൊടുത്തു. എൻ്റെ നല്ല കാലം ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഇപ്പം ഞാൻ ക്ഷയിച്ചു. ഇനി എപ്പോ? ഇനി ഏത് UPF 43ാമത്തെ ആയില്ലേ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ 43 കൊല്ലം കൊണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക പ്രീച്ചേഴ്സും വന്ന് പ്രസംഗിച്ച വേദിയായിരിക്കും ഇത്. ഇവിടെ ഇപ്പം 45-50 വയസ്സുള്ള ഒരു അമ്മാമ്മ ഉണ്ടെങ്കിൽ, അച്ചായനുണ്ടെങ്കിൽ ഇത് മൊത്തം കേട്ടിട്ടുണ്ട്. വലിയവരും ചെറിയവരുമായിട്ടുള്ള 100 കണക്കിന് പ്രീച്ചേഴ്സ് ഒരു ഒറ്റ ദിവസം 10 പാട്ട് പാടിയാൽ ഒരു 3 ദിവസം കൺവെൻഷന് പാടുന്ന പാട്ട് 30 പാട്ട്. 43x30 സ്തോത്രം. എത്ര പാട്ട് കേട്ട് കഴിഞ്ഞു, എത്ര പ്രസംഗം. ഒരു കൺവെൻഷൻ 5 പ്രസംഗം വെച്ച് കേട്ടാൽ തന്നെ 43x5 എത്ര പ്രസംഗം UPF കൂടെ കേട്ടു, അല്ലെങ്കിൽ ചർച്ചിൽ കേട്ടു. ഇനി ആര് വരാൻ? മടങ്ങി വരുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി എന്ന്
25-ന്റെ 25-ാമത്തെ 26-ാമത്തെ ദിവസമായത്, 1-ാമത്തെ മാസം. എത്ര വേഗത്തിലാണെന്നറിയാമോ ദിവസങ്ങൾ പോന്ന്? ചടേ 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 എന്ന അടുത്ത UPFന്റെ കൺവെൻഷൻ അല്ല നമ്മുടെ കാത്തിരിപ്പ് കർത്താവിന്റെ വരവിന്. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി. ഇന്ന് രാത്രിയിൽ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിന് എൻ്റെ കർത്താവേ, നിന്റെ രാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്നെ ഭരിക്കുന്നു. ഞാനൊന്ന് മടങ്ങി വരുന്നെന്ന് പറയാൻ അകത്ത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ചേർന്ന് കരമുയർത്തി ഈ ശക്തിയോടെ ഹല്ലേലൂയ പറയണം. ഇനി എത്ര നാൾ കാത്തിരിക്കാൻ കഴിയും? ഇല്ല, ഇനി ദിവസങ്ങൾ അധികമില്ല. പണ്ടൊക്കെ 65 വയസ്സും 70 വയസ്സും കഴിയുമ്പോഴാണ് മരണത്തിന്റെ കാഹളത്തിന് കേൾക്കുന്നെങ്കിൽ ഇന്ന് അങ്ങനല്ല. പ്രൈസ് ദി ലോർഡ്. 32, 42, 22, 25 ഒന്നും മരണത്തിന് അസാധ്യമായ പ്രായമല്ല. ഇന്ന് രാത്രി ആ കർത്താവിൻ്റെ മുമ്പാകൊന്ന് സമർപ്പിച്ച് ഞാൻ അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുന്നു എന്ന് പറയാൻ അകത്ത് നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? അതാത് സ്ഥാനത്തൊന്ന് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് ഇന്ന് രാത്രി കർത്താവിൻ്റെ കരുത്തിലേക്കൊന്ന് സമർപ്പിച്ചേ. ഒരു പാട്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കും. ആ സമയത്ത് പ്രാർത്ഥന ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുമ്പോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ രാത്രി ആശീർവാദം പറയാതെ ആരും പോകരുത്. കാരണം നമ്മുടെ വീട് സ്വന്തമല്ലെന്ന് പറഞ്ഞല്ലോ. നിന്റെ വീട് സ്വന്തമല്ല, ഓടിപ്പിടിച്ച് കയറുന്ന സാധനമേ സ്വന്തമൊന്നുമല്ല. എന്നാൽ പിന്നെ സ്വന്തം രാജ്യത്ത് പോകാൻ ദൈവത്തോടു കൂടി ഒരു അല്പസമയം സ്പെൻഡ് ചെയ്ത് ഒന്ന് പാടി ആരാധിച്ചാൽ അതെത്ര സന്തോഷമായിരിക്കും. ചേർന്നൊരു പാട്ടുപാടി. എൻ പ്രയാണ കാലം 4 വിരൽ നീളം ആമിനായതിന് പ്രതാപം കസ്തത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിക്കും. ആ പാട്ട് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടി ഗായക സംഘത്തോട് ചേർന്ന് ഒരുമിച്ചൊന്ന് പാടി കരമടിച്ച് ആരാധിച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ആമേൻ. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ ചുമക്കാൻ. പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാൻ. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിൽ എത്ര നാൾ നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. നിൽക്കും നഗരമില്ലിവിടെ പോർക്കളത്തിൽ എത്ര നാൾ നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം, വേഗം യാത്ര തുടരാം. അല്പകാലം സ്വപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വപ്പുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടു വിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാസോരുകയും ജ്ഞാനം ചെയ്തോരാ. നാടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാസോദനയിൽ ജ്ഞാനം ചെയ്തോരാ. കൂടിയൊന്നായി വാഴാം വാഞ്ചിച്ചത്ര നാളായി
ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. കുഞ്ഞേ, നീ ഈ പന്തലിൽ നാളെ കാണുമെന്നറിയത്തില്ല, അടുത്ത വർഷം കാണുമോ എന്നറിയത്തില്ല. ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിന്റെ അധരങ്ങൾക്ക് ബലമുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. പുല്ലുപോലെ വാടുന്ന നിന്നെ ഇന്ന് ദൈവം ജീവനോടെ വെച്ചെങ്കിൽ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കുവാൻ കഴിവുള്ള ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുക. ദൈവത്തോട് സംസാരിക്കുക. അല്പകാലം മാത്രം മൺമയമായത് വിൺമയമാകാൻ പോകുകയാണ്. മധ്യമായത് അമധ്യതയിലേക്ക് ഉയരാൻ പോകുകയാണ്. ഈ ദേഹം ക്ഷയിച്ചാലും ദേഹസഹിതനായി നമ്മുടെ അരുമാവനെ, നമ്മുടെ മനവാളിനെ കാണാം. പ്രതീക്ഷയോടെ ആരാധന, സന്തോഷത്തോടെ ആരാധന, ആശ്വാസത്തോടെ ആരാധന. നിന്റെ ജയമാണ്. മരണത്തെ ജയിക്കുന്ന ദൈവശക്തി വ്യാപരിക്കട്ടെ. കാര്യങ്ങളൊന്ന് വീശി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് everybody hallelujah. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. കുഞ്ഞുങ്ങളെ UPF-നെയും എൻ്റെ ഭാരവാഹികളെയും ഇതിലുള്ള ദൈവദാസന്മാരെയും ദൈവസഭകളെയും വിശ്വാസികളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വളരെ ദർശനത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങളുടെ സ്വന്തമല്ല. സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളെ ഭരിക്കട്ടെ. ആ രാജ്യത്തെ ലക്ഷ്യമാക്കി ഓടുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞാൻ ഇവരെല്ലാം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ UPF-ലേക്ക് എന്നെ ക്ഷണിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകിച്ച് ഹൃദയംഗമായ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. എല്ലാവർക്കും മുഴുവൻ സ്ഥാനങ്ങളിൽ ഇരിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. നിത്യഭവനത്തെ